ഇവിടെ ഒരുത്തൻ അവന്റെ ഭാര്യയെ കൊല്ലുകയാണ്. ശേഷം ആ ഒരു ബോഡി മോർച്ചറിയിൽ കൊണ്ടുപോയ ശേഷം ആ ഒരു മോർച്ചറിയിൽ നിന്ന് തന്നെ ആ ഒരു ബോഡി കാണാതാവുന്നു. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഭർത്താവിനെ പോലീസുകാർ നേരെ മോർച്ചറിയിലേക്ക് വിളിപ്പിക്കുന്നു. അന്ന് രാത്രി ആ സ്ഥലത്ത് കുറച്ച് നിഗൂഢമായ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. ശരിക്കും അവന്റെ ഭാര്യ മരിച്ചായിരുന്നു, ഇല്ലെങ്കിൽ ഇതിനും ഉപരിയായിട്ട് വല്ല എന്താ പറയുക അമാനുഷിക സംഭവങ്ങളോ എല്ലാം സംഭവിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് കാണുന്ന ഓരോ പ്രേക്ഷകനെയും ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് ദ ബോഡി. ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ ഒരു കാടിന്റെ ഉള്ളിൽ നിന്നും ഒരു വയസ്സായ ഒരു വ്യക്തി ഒരു ടോർച്ചും പിടിച്ച് എന്തോ കണ്ടിങ്ങനെ പേടിച്ചോടി വരികയാണ്. ശ്വാസം മുട്ടി ഒന്ന് നിന്ന ശേഷം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആരോ പിന്തുടർന്ന പോലെ പേടിച്ചിട്ട് വീണ്ടും ഓടാൻ തുടങ്ങുന്നു. അങ്ങനെ റോഡിലോട്ട് കയറാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു വളവിൽ വന്ന ഒരു കാർ അദ്ദേഹത്തിനെ ഇടിച്ചിടുന്നു. അവിടെ കെട്ടിയതാൽ ഒരു റൂം കാണിക്കുന്നു. അവിടെ ഒരു ഫോൺ റിങ് ചെയ്യുന്നു. അത് അദ്ദേഹം എടുത്ത് സംസാരിക്കാനും ആരംഭിക്കുന്നു. ഞാൻ വന്നിട്ട് ആകെ 3 മണിക്കൂറായിട്ടു, ഞാൻ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. ആരാണ് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആക്സിഡന്റ് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ എത്തുന്ന ഇൻസ്പെക്ടറിന്റെ കൂടെ മാത്യു എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റ് കൂടെ വരുന്നു. ബെർലിനിലേക്കല്ല പോയിട്ടുണ്ടായിരുന്നു, അവിടെ ഈവൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാത്യു ചോദിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, ഇതേതാ കേസ് എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. ആക്സിഡന്റ് കേസാണ്, ആ ഒരു വ്യക്തി ഇപ്പോൾ കോമയിലാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം 4 വർഷത്തിന് ശേഷമാണ് മകളെ കാണാൻ വേണ്ടി പോയിരിക്കുന്നത്. എന്ത് ഇത്ര അപ്സെറ്റ് എന്നൊക്കെ പറഞ്ഞ് മാത്യു ചോദിക്കുന്നു. അതിൽ ടെൻഷനായിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ ആവട്ടെ കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ചൂടാവുന്നു. മാത്യു കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വിക്ടിമിന്റെ പേര് ഏങ്കൽ, സ്കള്ളിൽ ഒരു ഫ്രാക്ചർ ഉണ്ട്, കാടിന്റെ ഉള്ളിൽ നിന്ന് ഓടി നേരെ കാണാതെ വന്ന കാറിലേക്ക് ഇടിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാറിന്റെ ഡ്രൈവർ മൊഴി തന്നിട്ടുണ്ട്. നട്ടപ്പാതിരയ്ക്ക് കാട്ടിക്കൂടെ ഇങ്ങനെതിരെ ഓടി വന്നെന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെയുള്ള ഒരു മോർച്ചറിയിലെ നൈറ്റ് വാച്ച്മാൻ ആണ് ഇദ്ദേഹം. എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ആ ഒരു മോർച്ചറിലേക്ക് ഇവർ രണ്ടുപേരും പോകുന്നു. അവിടെ ഒരുപാട് പേരോടെല്ലാം ചോദിച്ചറിയുകയാണ്. യൂഷ്വലി ഇവിടെ വരുന്ന ആ ഒരു സെക്യൂരിറ്റീസ് എല്ലാവരും തന്നെ ഈ പറയുന്ന മോർച്ചറിലെ അലാറം സൗണ്ട് കേട്ട് പേടിച്ച് പോകാറുള്ളത് പതിവാണ്. പക്ഷേ ആംഗിളിന്റെ കാര്യം അങ്ങനെയല്ല. കാരണം പുള്ളിക്കാരൻ ഏകദേശം 3 വർഷത്തോളം ഇവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു തരത്തിലുള്ള അലാറവും ഇവിടെ അടിച്ചിട്ടില്ല. ഇവരുടെ കയ്യിൽ ആകെ ഉള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോകുന്നതിന് മുമ്പായിട്ട് ആംഗിൾ ഈ ഒരു പോലീസുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മോർച്ചറിൽ നിന്നും ഓടി നേരെ കാട്ടിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് പോലീസിനെ ഈ പറയുന്ന ആംഗിൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. സംസാരമെല്ലാം ഭയങ്കര പേടിച്ചിട്ടായിരുന്നു. ആ ഒരു പേടിയിൽ തന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വേഗം വിടുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നു. ഇതിനൊക്കെ പുറമെ ഈ പറയുന്ന മോർച്ചറിലെ ആ ഒരു ഡോറ് 8 മണിക്ക് ശേഷം അടയ്ക്കും. അതിനുശേഷം ഈ ഒരു ബിൽഡിങ്ങിൽ ഇദ്ദേഹം ഒഴികെ വേറെ ആരും ഉണ്ടാവില്ല. അതിനൊക്കെ പുറമെ ഈ പറയുന്ന മോർച്ചറിൽ നിന്നും ഒരു ബോഡി മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് ഇവർ പറയുന്നു. മിസ്സിങ്ങോ, അതെങ്ങനെ പോസിബിൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തിലേക്ക് നമ്മുടെ ഇൻസ്പെക്ടറും ചെല്ലുന്നു. അവിടെയുള്ള എല്ലാ ബോക്സും പൂട്ടിയിരിക്കുകയാണ്. പക്ഷേ ഒരു ബോക്സ് മാത്രം തുറന്നിരിക്കുന്നു. അതിൽ ബോഡിയും ഇല്ല. കാണാതെ പോയ ഒരു ബോഡി ഒരു സ്ത്രീയുടേതാണ്. പേര് മൈക്ക. മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണ്. ബട്ട് സ്റ്റിൽ ആ ഒരു പോസ്റ്റ്മോർട്ടം ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മൈക്ക മരിച്ചു എന്ന് പറഞ്ഞ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ ഒരു ഡോക്ടറിനെ വരാൻ പറയുന്നു നമ്മുടെ ഇൻസ്പെക്ടർ. ബോഡി എവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന നമ്മുടെ ഇൻസ്പെക്ടർ നേരെ അവിടെയുള്ള CCTV കാണുന്നു. ദെൻ അവിടെയുള്ള CCTV റെക്കോർഡ്സ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാ CCTV ക്യാമറസിന്റെ വയറും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ബട്ട് ഒരെണ്ണം ഒഴികെ, അതാണ് ആ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തിലുണ്ടായിരുന്ന CCTV. ആ ഫൂട്ടേജ് അവർ പ്ലേ ചെയ്ത് നോക്കുന്നു. അതിനകത്ത് നമ്മുടെ ആ ഒരു ആംഗിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ആ ഒരു ഡിസ്പ്ലേയിൽ എന്തോ കണ്ട് ടെൻഷനായിട്ട് നേരെ ഓടി മുകളിലോട്ട് കയറി പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ജീവൻ കൊണ്ട് നേരെ ഓടി പിടച്ച് താഴോട്ട് ഇറങ്ങി വന്ന് നേരെ വെളിയിലോട്ട് ഓടിപ്പോകുന്നു. ഇത്ര മാത്രമാണ് ആ ഒരു ഫൂട്ടേജിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ക്യാമറ വയറും കട്ട് ചെയ്തവന് ഇത് മാത്രം എന്താ കട്ട് ചെയ്ത് വെച്ചെന്നൊക്കെ പറഞ്ഞ് മേ ബി അവൻ ഇപ്പോഴും ഈ ഒരു ബിൽഡിംഗിൽ ഉണ്ടാവും, എല്ലാവരെയും ചെക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇൻസ്പെക്ടർ ഓർഡർ കൊടുക്കുന്നു. ഈ ഒരു ബിൽഡിംഗിലേക്ക് വെളിയിൽ നിന്ന് ആരും വന്ന പോലെ ഒരു അടയാളവും നമുക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ഓടി പിടച്ച് പേടിച്ച് വരണമെങ്കിൽ ആകെ ഇവിടെ റീസൺസ് ആകെ 2 എണ്ണേ ഉള്ളൂ. ഒന്ന്, നമ്മൾ സാധാരണ കാണാറുള്ള ആ ഒരു സിനിമകളിലൊക്കെ വെള്ള പോലെ ചത്ത ശവം എഴുന്നേറ്റ് പ്രേതമായിട്ട് വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്നെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ ഡെഡ് ബോഡി എടുത്തിട്ട് പോയിട്ടുണ്ടാവും. അത് ഇവൻ കണ്ടിട്ടുണ്ടാവും. അത് പേടിച്ചവൻ ഓടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇവർ ഈ ഒരു ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി റൂമിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അതിലെ ആ ഒരു പാസ്കോഡ് ആരോ മാറ്റിയതിനെ തുടർന്ന് ആർക്കും ഉള്ളിലോട്ട് കയറാൻ സാധിക്കുന്നില്ല. ദെൻ അതിനെ ശരിയാക്കാൻ വേണ്ടി അവിടേക്ക് ഒരു ടെക്നിക്കൽ ടീം എത്തുന്നു. ശരി, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാണാതെ പോയ ഒരു ബോഡി ആരുടെയാണെന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യുന്നു. ഇവളുടെ പേര് മൈക്ക, ഹസ്ബൻഡിന്റെ പേര് അലക്സ്. ഫാർമടെക് എന്ന് പറയുന്ന ഒരു വലിയ മെഡിസിൻ കമ്പനിയുടെ ഡയറക്ടറാണ്. മരിച്ചുപോയ ഒരു മൈക്കയാണ് ഈ പറയുന്ന കമ്പനിയുടെ ഓണർ. അത് മാത്രമല്ല വേറെ കുറെ പ്രബലമായ കമ്പനീസ് എല്ലാം ടൈപ്പ് ഈ പറയുന്ന മൈക്കയ്ക്ക് ഉണ്ട്. ഈ ബാക്കി ബിസിനസ് എല്ലാം ഇവരുടെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ലൂണ, ഗ്ലോറിയ ഇവർ രണ്ടുപേരുടെ കൂടെ ചേർന്നാണ് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ട് പ്രകാരം റീസെന്റ് ആയിട്ട് ഒരു അമേരിക്കയിൽ ഒരു ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മൈക്ക എത്തിയിട്ടുള്ളത്. അവിടെ കെട്ടിയതിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നമ്മുടെ അലക്സിനും കൂടാതെ ആ ഒരു മൈക്കും കല്യാണ ദിവസമാണ്. പള്ളിയിലച്ചൻ ഈ പറയുന്ന അലക്സിനെ നിന്റെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്ന ഈ താല്പര്യമാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ താല്പര്യം അല്ലെന്ന് ഇവള് പറയുന്നു. എന്താ സംഭവം നോക്കി കഴിഞ്ഞാൽ ജോക്ക് അടിച്ചതാണ് പോലും. ഇതുപോലുള്ള സീരിയസ് സിറ്റുവേഷനിൽ ഒരുമാതിരി തൊലിഞ്ഞ കോമഡി അടിക്കലാണ് ഇവളുടെ സ്ഥിരം ഹോബി. ഒപ്പം ഇവളുടെ കീഴിലായിരിക്കണം എല്ലാവരും എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയും ഇവൾക്കുണ്ട്. ദെൻ ഈ ഒരു വെഡിങ് ടേപ്പ് അവിടെയുള്ള അവളുടെ സിസ്റ്റേഴ്സ്, അതായത് ലൂണ, ഗ്ലോറി ഇവർ രണ്ടുപേരും ഇരുന്ന് കാണുകയാണ്. എവിടെ ഇരുന്നിട്ട്? അലക്സിന്റെ വീട്ടിലിരുന്നിട്ട്. അപ്പോൾ അവിടെ ഒരു കോള് വരുന്നുണ്ട്. അലക്സിന്റെ അച്ഛനാണ് എടുക്കുന്നത്. അലക്സിന്റെ അനിയത്തി സങ്കടം അറിയിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നതാണ്. സോഫയിൽ മരിച്ചു കിടക്കുന്ന ആ ഒരു മൈക്കനെ അലക്സ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നു പറഞ്ഞിട്ട് അവളുടെ അലക്സിന്റെ അനിയത്തി ഫോൺ കട്ട് ചെയ്യുന്നു. ശരി, ഇവൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം ആ വീട് വിട്ടിറങ്ങി പോകുന്നു.
പോകുന്നു. ഇതുകൾ എപ്പോഴടപ്പം പോകുന്നതെന്നൊക്കെ ഓർത്തിരിക്കുന്ന പോലെയാണ് നമ്മുടെ അലക്സ് ഉണ്ടായിരുന്നത്. അവരങ്ങ് ഇറങ്ങിയതും ഇവൻ ബൈക്ക് എടുത്തിട്ട് അങ്ങ് ചീറിപ്പാഞ്ഞു പോകുന്നു. പോയി നേരെ ഒരു വീടിന്റെ ഡോർ അവൻ തട്ടുന്നു. ആ ഡോർ ഒരു പെൺകുട്ടി വന്ന് തുറക്കുന്നുണ്ട്. എനിക്കിതിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അലക്സ് അവളെ കിസ് ചെയ്യുന്നു. എന്നാൽ ടെൻഷനിലുണ്ടായിരുന്ന ഇവളാവട്ടെ എല്ലാം കറക്റ്റായിട്ട് തീർന്നു എന്നൊക്കെ പറഞ്ഞ് അവനോട് ചോദിക്കുന്നു. അതിന് അലക്സും എല്ലാം കറക്റ്റായിട്ട് ചെയ്തെന്നും കൂടാതെ ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഇനി ആരും ഉണ്ടാവില്ല, നമുക്ക് ജോളിയായിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞ് വീണ്ടും കിസ് ചെയ്യുന്നു. സോ ഇവളുടെ പേരാണ് കാർല. ഇവള് നമ്മുടെ അലക്സിന്റെ കാമുകിയാണ്. ഉള്ളിൽ വന്ന് നമ്മുടെ അലക്സിനെ കുറച്ച് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി ഈ വിസ്കി എല്ലാം നമ്മുടെ കാർല ഒഴിക്കുന്നു. അപ്പൊ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. കോൾ എടുക്കുന്ന അലക്സ് ഒന്ന് ഷോക്കായി പോകുന്നു. എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാർല ചോദിക്കുന്നുണ്ട്. മൈക്കയുടെ ഡെഡ് ബോഡി മോർച്ചറിൽ നിന്ന് കാണാതായെന്ന് അലക്സ് പറയുന്നു. മൈക്ക അവള് മരിച്ചതല്ലേ, നീ ഉറപ്പ് വരുത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു കാർല പേടിച്ചുകൊണ്ട് ചോദിക്കുന്നു. സത്യമായിട്ട് അവൾ മരിച്ചിട്ടുണ്ടാവും, എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അലക്സ് പറയുന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയേ പറ്റുള്ളൂ, ഇനി ഞാൻ പോയില്ലെങ്കിൽ എന്നെ സംശയിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ അലക്സ് ആ ഒരു ബാക്കി ഉണ്ടായിരുന്ന വിസ്കിയും കുടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ നമ്മുടെ അലക്സിന് ഈ പറയുന്ന മാത്യുവും കൂടാതെ ഇൻസ്പെക്ടറും എന്താ നടന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇവന്റെ വൈഫിന്റെ ബോഡി കാണാതായല്ലോ, സോ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഇവനെ ചെറുതായിട്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ ഓർഗൻസ് എല്ലാം വിറ്റ് ആ കാശുണ്ടാക്കുന്ന ആൾക്കാരിലെ ആളെയും വന്നിട്ട് ഈ ഒരു ഡെഡ് ബോഡി എടുത്തിട്ട് പോയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ അങ്ങനെയാണെങ്കിൽ അവർ ഒരു ബോഡിയായിട്ട് മാത്രം കൊണ്ടുപോയില്ല, അവർ ഒരുപാട് ബോഡീസ് എടുത്തുകൊണ്ട് പോകും. സോ എന്തായാലും അവരാവാൻ ചാൻസ് ഇല്ല. ഇനിയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ചില സാത്താൻ ബിലീവേഴ്സ് ഉണ്ട്, അവര് അവരുടെ റിച്വൽസിന് വേണ്ടി മരിച്ച ശവശരീരങ്ങൾ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈക്ക ഏതെങ്കിലും സാത്താനിക് കൾ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു അലക്സിനോട് ഈ പറയുന്ന ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അതിന് അലക്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മറുപടി പറയുന്നു. അപ്പോൾ ഒരേ പോസിബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെ പോയാലും പേഴ്സണൽ വെഞ്ചൻസ് ആയിരിക്കും. അതായത് മരിച്ചു കഴിഞ്ഞാലും അവളെ സ്വസ്ഥമായിട്ട് വിടില്ല എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള പേഴ്സണൽ വെഞ്ചൻസ് ആയിരിക്കും അത്. അങ്ങനെ വല്ല എതിരാളികൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങനെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അലക്സ് പറയുന്നു. ഈ ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടി മൈക്കയുടെ സിസ്റ്റർ ആയിട്ടുള്ള ഗ്ലോറിയെ ഇവർ മുമ്പ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്ലോറിയ ഈ പറയുന്ന മൈക്കയുടെ സിസ്റ്റർ മാത്രമല്ല, പകരം ഒരു പേഴ്സണൽ ലോയറും കൂടിയാണ്. അവള് മൈക്കയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു റെഡ് ഫയൽ പോലീസിന് കൈമാറുന്നു. ആ ഒരു ഫയലിൽ എന്താണെന്ന് പോലീസ് ഇതുവരെ തുറന്ന് നോക്കിയിട്ടില്ല. പക്ഷേ ആ ഒരു ഫയൽ കണ്ടു നമ്മുടെ അലക്സ് ഒന്ന് ടെൻഷൻ ആവുന്നു. എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എന്തിനാ അവളെ കോൺടാക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലക്സ് ചോദിക്കുന്നു. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഫോൺ എടുക്കാത്ത ഞങ്ങളുടെ കുറ്റമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പോലീസുകാർ ചോദിക്കുന്നു. എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, അപ്പോൾ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാണ് അലക്സ് പറയുന്നു. ഇവരിങ്ങനെ സംസാരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് ഈ പറയുന്ന മൈക്ക് മരിച്ചു എന്ന് പറഞ്ഞ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അവരെത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവരോട് പോലീസുകാർ ഡോക്ടറിനോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നു. ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്ത് നമ്മുടെ അലക്സ് അവൻ നേരെ അവന്റെ ആ ഒരു കാമുകിയായിട്ടുള്ള നേരെ കാറിലായി വിളിക്കുന്നു. ശേഷം ആ ഒരു നൈറ്റ് വാച്ച്മാൻ എന്തോ കണ്ട് പേടിച്ചോടി കാര്യമുള്ള എല്ലാ കാര്യങ്ങളും അവളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഷുവറായിട്ടും അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അത് കണ്ടിട്ടായിരിക്കും അവൻ പേടിച്ചിട്ടുണ്ടാവുക. ഇതിനെപ്പറ്റി ആ ഒരു പോലീസുകാർക്ക് അറിയില്ല എന്ന് നമ്മുടെ ആ ഒരു അലക്സ് പറയുന്നു. ദെൻ കാർലയോട് ആ ഒരു എന്താ പറയുക വാച്ച്മാനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ ആരെങ്കിലും നിനക്ക് അറിയുമെന്നൊക്കെ പറഞ്ഞ് അവളോട് ചോദിക്കുന്നു. എന്റെ ലാസ്റ്റ് സെമ്മിലെ പ്രാക്ടിക്കൽസ് ഞാൻ അവിടെ ചെയ്തതെന്ന് പറഞ്ഞ് കാർല പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ നേരെ ആ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് എന്നെ വിളിക്കുന്നു പറഞ്ഞ് ആ ഒരു അലക്സ് പറയുന്നു. ഇവൻ ആരോട് ഇങ്ങനെ സീക്രട്ട് ആയിട്ട് സംസാരിക്കുന്ന കാര്യം നമ്മുടെ ആ ഒരു ഇൻസ്പെക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻസ്പെക്ടർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അലക്സ് ആ ഒരു കോൾ റെക്കോർഡ് എല്ലാം ഡിലീറ്റ് ചെയ്ത ശേഷം ഒന്നും അറിയാത്ത എല്ലാ കുഞ്ഞിനെ പോലെ അവിടെ നിൽക്കുന്നു. ഇൻസ്പെക്ടർ അവനെ വന്ന ആ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഡോക്ടർ ഇവനെ വിളിപ്പിച്ചതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവൻ റിപ്പോർട്ടിൽ കൊടുത്ത ഒരു കാര്യമാണ്. മൈക്ക ഫ്ലൈറ്റിൽ പോയതിനു ശേഷം ഭയങ്കരധികം ടെൻഷനായി പേടിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്ല ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് ആ ഒരു സ്ട്രെസ് കാരണം തന്നെ ഹാർട്ട് അറ്റാക്ക് വരാം. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു അമേരിക്കയിൽ വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ടെൻഷൻ കൂടിയിട്ട് ആ ഒരു എന്താ പറയുക സ്ട്രെസ്സിലായിരിക്കണം അവൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് ഡോക്ടർ പറയുന്നു. ബട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത പക്ഷം അതാണ് ശരിക്കുള്ള റീസൺ എന്ന് പറയാനും സാധിക്കില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇപ്പോൾ ഒരു ബോഡിയോ ഇല്ല. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ഭാര്യ മരിച്ച ഒരു ഭർത്താവിന്റെ ഫേസ് അല്ല നമ്മുടെ അലക്സിനുള്ളത്. എന്തോ മരം പോലെ അവനല്ല ചോദിക്കുന്നതിന് മാത്രം ഉത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്തിനിപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ ചൂടാവുന്നു. എന്തിനാണ് ഇതെല്ലാം ചോദിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൈക്കയുടെ ബോഡി കാണാതായാലും ഒരു വലിയൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം ഈ പറയുന്ന ഡോക്ടർ പേടിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കാര്യം സംഭവിച്ചിരിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഡോക്ടർ ഇങ്ങനെ കൂടുതൽ അക്കാര്യത്തിനെ പറ്റി ചോദിക്കുന്നത്. എന്താണെന്നാൽ കാറ്റലപ്സി. ഈ ഒരു വാക്ക് കേട്ടതും നമ്മുടെ ആ ഒരു ഇൻസ്പെക്ടറെല്ലാം ടെൻഷനായിട്ട് ആ ഒരു ഡോക്ടറെ മാറ്റി ഒറ്റയ്ക്ക് നിർത്തിയിട്ട് എന്താണ് ഡോക്ടർ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അത്ഭുതത്തോടെ ചോദിക്കുന്നു. ഇൻസ്പെക്ടർ എന്നല്ല ആരാണെങ്കിലും ഇത്രയും നേരം ആ ഒരു മൈക്ക് കാറ്റലപ്സിയിലായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ഷോക്കായി പോകും. എന്താണെന്നാൽ കാറ്റലപ്സി എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഒരു നെർവസ് ഡിസോർഡർ ആണ്. സോ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മസിൽസും എന്താ പറയുക ശൂന്യമായി പോകും. അതായത് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരുമാതിരി മരവിച്ച അവസ്ഥയായിരിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ ഷട്ട് ഡൗൺ ആയാൽ എന്തായിരിക്കും, അതാണ് ഈ പറയുന്ന കാറ്റലപ്സി. കാറ്റലപ്സി വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടാവും, പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും റിയാക്ട് ചെയ്യാൻ സാധിക്കില്ല. ഈവൻ അദ്ദേഹത്തിന്റെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് എന്ന് വാതുറന്ന് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കില്ല. നാഡി സ്പന്ദനം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ റേറ്റ് ഭയങ്കരധികം താഴോട്ട് പോകും. അങ്ങനെ ഇതുപോലൊരു കണ്ടീഷനാണ് കാറ്റലപ്സി. ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതായത് മരിച്ചുപോയി അങ്ങനെ ആ ഒരു കുഴിച്ചിടാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ജീവൻ വെച്ച് എഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആർട്ടിക്കിളെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ടാവും. സോ അതേപോലെ തന്നെ നമ്മുടെ മൈക്കയുടെ കാര്യത്തിലും ഇന്ന പോലെ അവൾ മരിച്ചു എന്ന് കരുതി അവളെ കൊണ്ടുവന്നതാണോ എന്ന
എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡോക്ടറും ഭയങ്കരധികം ടെൻഷൻ ആവുന്നു. ബട്ട് സ്റ്റിൽ മൈക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു കാറ്റലപ്സിലായിരുന്നെങ്കിൽ പോലും അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഹെൽപ്പാണ് ചോദിക്കുക, അല്ലാതെ ഈ പറയുന്ന മോർച്ചറിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടുമൊന്നുമില്ല. സോ നമുക്ക് എന്തായാലും ആ ഒരു പോസിബിലിറ്റി ഒഴിവാക്കാന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നു. യൂഷ്വലി ഫോറൻസിക് സയൻസ് പ്രകാരമാണെങ്കിൽ തെളിയിക്കാൻ പറ്റാത്ത പക്ഷം എല്ലാ മരണങ്ങളും കൊലപാതകങ്ങളാണ്. കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ഒരു മനുഷ്യന് നാച്ചുറലി വരാം, അതായത് ടെൻഷനും സ്ട്രെസ് എല്ലാം മൂലം അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരാം. പക്ഷേ ഇതേ കാര്യം തന്നെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് വല്ല മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് വെച്ചാലും ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതെല്ലാം തന്നെ ഈ പറയുന്ന ബോഡി കിട്ടാത്ത വശം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത വശം ഇവരെ കൊണ്ട് തെളിയിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഡോക്ടർ പറയുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെയും ശ്രദ്ധ നേരെ അലച്ചിലേക്ക് തിരിയുന്നു. എന്താണെന്നാൽ വന്നപ്പോൾ തൊട്ട് ഇവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അവന്റെ മാനറസും എല്ലാം തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതായത് ഭാര്യ മരിച്ചു എന്ന് പറയുന്ന ഒരു വസ്തുത എന്തോ പല ജന്മങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമായിട്ടാണ് ഇവൻ പറയുന്നത്. റൂത്ത് മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട്, എങ്കിൽ പോലും അവളെ പറ്റി പറയുമ്പോൾ അവൾ ജീവനോടുള്ള പോലെയാണ് ഞാൻ സംസാരിക്കാറുള്ളതെന്ന് ആ ഒരു ഇൻസ്പെക്ടർ പറയുന്നു. റൂത്ത് നമ്മുടെ ആ ഒരു ഇൻസ്പെക്ടറിന്റെ മരിച്ചുപോയ ഭാര്യയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, വൈകുന്നേരം ഇവന്റെ ഭാര്യ മരിച്ചു, പക്ഷെ എങ്കിൽ പോലും അവന്റെ ഫേസിൽ ആ ഒരു റിയാക്ഷനേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും അവനെ സംശയിക്കുന്നു. അങ്ങനെ നമ്മുടെ ഡോക്ടറും കൂടാതെ ആ ഒരു ഇൻസ്പെക്ടറും വെളിയിൽ ചായ കുടിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ തന്റെ മകളായ ഈവെ മീറ്റ് ചെയ്യാൻ വേണ്ടി ബെർലിനോട്ട് പോയ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. ഇങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞാൽ തന്നെ അദ്ദേഹം ഭയങ്കരധികം സങ്കടത്തിലാവും. ഭാര്യ മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിൽ പോലും ആ ഒരു സങ്കടം ഇപ്പോഴും നമ്മുടെ ആ ഒരു ഇൻസ്പെക്ടറിന്റെ ഉള്ളിലുണ്ട്. ഡോക്ടർ നമ്മുടെ ആ ഒരു ഇൻസ്പെക്ടറിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം മുകളിൽ നമ്മുടെ ആ ഒരു അലക്സ ആവട്ടെ വാച്ചിൽ സമയമെല്ലാം നോക്കിയിട്ട് അവിടെ നിന്ന് എങ്ങനെയെല്ലാം പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ നമ്മുടെ അലക്സിനെ തടഞ്ഞിട്ട് ഉള്ളിൽ പോയിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന അതേസമയം പെട്ടെന്ന് അവിടെ കറണ്ട് പോകുന്നു. പ്ലീസ് സാർ ഉള്ളിൽ പോയിരിക്കും, ഞങ്ങൾ വരാന്നൊക്കെ പറഞ്ഞ് അലക്സിനെ ആ ഒരു റൂമിലോട്ട് കയറാൻ പറയുന്നു. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ജനറേറ്റർ സ്വിച്ച് എവിടെയാന്നൊക്കെ പറഞ്ഞ് നോക്കാൻ വേണ്ടി പോകുന്നു. ഉള്ളിൽ കയറിയ നമ്മുടെ അലക്സിന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു മോർച്ചറിയിൽ ഈ പറയുന്ന മൈക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ ഒരു സ്ലോട്ട്, ആ ഒരു ട്രേക്കകത്ത് വേറൊരു ചെറിയ ബോക്സ് ഇരിക്കുന്നതായിട്ട് ഇവൻ കാണുന്നു. അതിലെന്താണെന്ന് പറഞ്ഞ് തുറന്നു നോക്കുന്ന സമയത്താണ് അതിനകത്ത് നമ്മുടെ മൈക്ക് പേഴ്സണൽ ഐറ്റംസ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിൽ ഒരു കവർ മാത്രം എംപ്റ്റി ആണ്. അടുത്ത് തന്നെ വേറൊരു കബോർഡ് തുറന്നിരിക്കുന്നതായിട്ട് നമ്മുടെ അലക്സ് ശ്രദ്ധിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ലൈറ്റർ എല്ലാം കത്തിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് TH16 എന്ന് പറയുന്ന ഒരു മരുന്ന് അതിനകത്തിരിക്കുന്നു. അവിടെ കെട്ടിയാൽ നേരെ ഫ്ലാഷ് ബാക്കിലോട്ടാണ് പോകുന്നത്. അതിൽ അലക്സ് ഒരു ഗ്ലാസിനകത്ത് വൈൻ ഒഴിച്ച ശേഷം ഈ പറഞ്ഞ TH16 എന്ന ഈ ഒരു മരുന്നും അതിനകത്ത് ഒഴിക്കുന്നു. അതിനുശേഷം അതിനെ മോൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഭാര്യയായ മൈക്കിന്റെ അടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ഇവനെ കണ്ട് സന്തോഷിക്കുന്ന നമ്മുടെ മൈക്ക ഇവന്റെ കൂടെ അങ്ങനെ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അലക്സ് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, എനിക്ക് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. നീ ഡയറക്ടർ അല്ലേ, നിന്നെ ആര് തടയാനാണ്, നിന്നെ ആർക്കും തടയാൻ പറ്റില്ല, ഞാൻ ഒഴികെ എന്നൊക്കെ പറഞ്ഞ് അവള് വീണ്ടും ജോക്ക് അടിക്കുന്നു. സംഭവം ഇവളാണല്ലോ ആ ഒരു കമ്പനിയുടെ ഓണർ. എന്നാൽ നമ്മളെപ്പോലെ തന്നെ അൺടൈമിൽ ജോക്ക് അടിക്കുന്ന പരിപാടി നമ്മുടെ അലക്സിനും തീരെ പറ്റില്ല. അവിടെ നിന്ന് പോകുന്ന നമ്മുടെ അലക്സ് ഈ പറയുന്ന മൈക്ക ആ ഒരു വിഷം കലർത്തിയിട്ടുള്ള ആ ഒരു വൈന് കുടിക്കുന്നത് ഒളിഞ്ഞു നിന്ന് നോക്കുന്നു. ഫ്ലാഷ് ബാക്ക് തീർന്നതും ആ ഒരു കയ്യിൽ ആ ഒരു TH16 എന്ന് പറയുന്ന ആ ഒരു മരുന്നും പിടിച്ചു നിൽക്കുന്നതായിട്ട് നമ്മുടെ അലക്സിനെ കാണിക്കുന്നു. സോ ബേസിക്കലി ഇതൊരു വിഷമാണ്. സോ ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായിട്ട് നമ്മുടെ ആ ഒരു അലക്സ് നോക്കി കാണുന്നു. അപ്പോൾ പറഞ്ഞു വെച്ച പോലെ അവിടെ കറണ്ട് വരികയാണ്. ലൈറ്റ് വന്നതും പുള്ളി പെട്ടെന്ന് തന്നെ ആ ഒരു മരുന്നിനെ നേരെ പോക്കറ്റിലോട്ട് ഇടുന്നു. കറക്റ്റായിട്ട് അങ്ങോട്ട് പോലീസും എത്തുകയാണ്. ഓഫീസിൽ നിൽക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് അവനോട് ചോദിക്കുന്നുണ്ട്. ശേഷം മൈക്കയുടെ ബോഡി ഉണ്ടായിരുന്ന അവിടെ ആ ഒരു ബോക്സ് ഉള്ളതായിട്ടും അവർ ശ്രദ്ധിക്കുന്നു. മരിച്ചവരുടെ പേഴ്സണൽ തിങ്സ് വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സ് എങ്ങനെ ഇവിടെ വന്നത്? ദെൻ ആ ഒരു ബോക്സിലുള്ള തിങ്സ് എല്ലാം ആ ഒരു ലിസ്റ്റ് നോക്കി ചെക്ക് ചെയ്യുന്ന സമയത്താണ് എല്ലാ തിങ്സും ഉണ്ട്, പക്ഷെ ആ ഒരു മൈക്കയുടെ മൊബൈൽ ഫോൺ മാത്രം ഇല്ല എന്ന് പറയുന്നു. അലക്സ് ആയിരിക്കും അതെടുത്തെന്ന് ഓർത്തിട്ട് അവന്റെ പോക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും വെളിയിലെടുക്കാൻ വേണ്ടി ഇൻസ്പെക്ടർ ആവശ്യപ്പെടുന്നു. ബട്ട് അവനാവട്ടെ ആ ഒരു പോക്കറ്റിൽ നിന്ന് ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല. പോക്കറ്റിലുള്ളതെല്ലാം എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ചേർക്കാൻ പെട്ടുപോലും, കാരണം വിഷക്കുപ്പി ഉണ്ടല്ലോ. എന്നിട്ട് വേറെ വഴിയില്ലാതെ നേരെ സിഗരറ്റ്, ബൈക്കിന്റെ കീ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും അവരുടെ കയ്യിലോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇവനെ വിശ്വാസം ഇല്ലാണ്ട് അവനെ നേരെ ചെക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇവനാവട്ടെ ജന്മം ചെയ്ത് അവനെ ചെക്ക് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുകയല്ല. പിടിച്ചൊരു മൂലക്കേറ്റിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ തന്നെ അവനെ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവന്റെ പാന്റിന്റെ പോക്കറ്റിന്റെ ഉള്ളിൽ നിന്നും ഈ പറയുന്ന TH16 എന്ന് പറയുന്ന ആ ഒരു മരുന്ന് ഇവർക്ക് കിട്ടുന്നത്. ഇതിനും പുറമെ ആ ഒരു മരുന്നിൽ ഇവന്റെ കമ്പനി, അത് ഫാർമടെക് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ആ ഒരു ലോഗോ അല്ലെങ്കിൽ സീലും ഉണ്ടായില്ല. ഈ മരുന്നിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു മരുന്ന് എന്റെ സ്പെഷ്യാലിറ്റി അല്ല, ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അലക്സ് പറയുന്നു. ആ സമയം എന്ന് പറഞ്ഞാൽ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അവന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് അവനോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്റെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് അവൻ സൈഡിലേക്ക് മാറി നിന്ന് സംസാരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ വിളിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കാമുകയായിട്ടുള്ള കാർലിയാണ്. ആ വാച്ച്മാനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ വന്നിട്ടുണ്ടെന്ന് ഇവള് പറയുന്നു. ഇവിടെ ഇവൻ അട്ടവട്ടല ഊഞ്ഞാലിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവന്റെ സിസ്റ്ററിനോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ആ ഒരു ഫോൺ കട്ട് ചെയ്യുന്നു. മോനെ നീ ഭയങ്കര സസ്പീഷ്യസ് ആണ്, നിന്നെ കുറച്ചും കൂടെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവനോട് ആവശ്യപ്പെടുന്നു. എനിക്കൊന്ന് റെസ്റ്റ് റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അലക്സ് നേരെ ടോയ്ലറ്റിലേക്ക് വരുന്നു. ഉള്ളി കയറിയതും അവിടെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് തന്നെ കാറിലേക്ക് കോൾ ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേർക്കും പുറമെ ഇതിനെപ്പറ്റി ആർക്കും അറിയുമെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നു. മൈക്കയുടെ ഫോൺ കാണാതെ പോകുന്നത്, ഇവൻ ഒളിപ്പിച്ചു വെച്ച TH16 എന്ന് പറയുന്ന ഒരു മരുന്ന് ഇപ്പൊ ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് നടന്ന എല്ലാ സംഭവത്തിനെ പറ്റിയും കാർലയോട് പറയുന്നു. ഇത് കേട്ട കാർലയും ഒന്ന് ഷോക്ക് ആവുന്നു. പെട്ടെന്ന് തന്നെ അവളോട് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു അലക്സ് ഫോൺ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവൻ മോൻ കഴിയുന്നുണ്ട്. ആ
സമയം പുറകിൽ എന്തോ ജനൽ തുറക്കുന്ന പോലെ അവനൊരു ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ അവിടെ ശരിക്കും ഒരു ജനൽ തുറന്നിരിക്കുന്നു. ആ ജനലിന്റെ സൈഡിലായിട്ട് ഒരു ലെറ്റർ കവറും ഉണ്ട്. അതിൽ എന്താണെന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്താണ് അതിനകത്ത് അലക്സും കൂടാതെ മൈക്കും കൂടെ ചേർന്ന് ബുക്ക് ചെയ്ത ഒരു ഹോട്ടലിന്റെ റിസർവേഷൻ കാർഡാണ്. എന്നിട്ട് ആ ഒരു കാർഡിന്റെ ബാക്കിലായിട്ട് എന്റെ കണ്ണടച്ചാൽ പോലും എന്റെ കൺമുമ്പിൽ നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു എഴുത്തുണ്ടായില്ല. അങ്ങനെ സീന് ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. മൈക്ക മരിച്ച ദിവസം അലക്സിനെ ഓർക്ക് പോകാൻ വേണ്ടി അവള് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന നമ്മുടെ അലക്സ് ഈ പറയുന്ന റിസർവേഷൻ കാർഡ് കാണുന്നു. അവിടെ വരുന്ന മൈക്ക എന്താ ലേറ്റ് ആയി എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ലാബിൽ വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയി എന്ന് പറഞ്ഞ് അലക്സ് പറയുന്നു. എന്നാൽ മൈക്ക ലാബിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ഇന്ന് മൊത്തം അവൻ ആ ഒരു ലാബിൽ ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറയുന്നു. വെളിയിൽ സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതിനെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. മൈക്കയ്ക്ക് അവളുടെ ഉള്ളിൽ തന്നെ ഒരു തരത്തിലുള്ള ഒരു സങ്കടമുണ്ട്. അതായത് അലക്സിനേക്കാളും വയസ്സിൽ മൂത്ത് നമ്മുടെ മൈക്ക ഇവൾക്ക് ഭയങ്കരധികം വയസ്സാവുന്നതുകൊണ്ട് തന്നെ അലക്സിന് ഇവളെ ഇഷ്ടമല്ലാതായി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അപ്പോൾ അലക്സിന്റെ മൊബൈലിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നു. അവന് പമ്മി പോയി ഒരു ശബ്ദമില്ലാതെ നേരെ പൂച്ചയെ പോലെ ആ ഒരു മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ അത് നമ്മുടെ കാറിൽ അയച്ച മെസ്സേജ് ആണ്. ഞാൻ കണ്ണടച്ചാലും നീ എന്റെ ഒപ്പമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജ് ആണ് അത്. മൈക്ക് ഉറങ്ങി നോർത്തിട്ടാണ് നമ്മുടെ ആ ഒരു അലക്സ് ആ ഒരു മെസ്സേജ് എല്ലാം വായിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഡയലോഗിനെ മൈക്ക് ബുക്ക് ചെയ്ത ആ ഒരു കാർഡിന്റെ ബാക്കിൽ അത് ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു അലക്സ് ഭയങ്കരധികം ചിന്തിക്കുന്നു. ഇത് വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോലോ എന്ന് ഓർത്തിട്ട് അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു റിസർവേഷൻ കാർഡ് കീറിയിട്ട് അവിടെയുള്ള ടോയ്ലറ്റിലേക്ക് ഇടുന്നു. ഇട്ട ശേഷം ഫ്ലഷ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ആ ഒരു ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം നോക്കി വെളിയിലുണ്ടായിരുന്ന ഒരു പോലീസ് എന്താ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിക്കാൻ വേണ്ടി ഉള്ളിലോട്ട് വരുന്നു. പെട്ടെന്ന് തന്നെ ഇവനും ആ ഒരു ഡോർ അടച്ചിട്ട് ലോക്ക് ചെയ്യുന്നു. കഷ്ടകാലം പിടിച്ചവന്റെ മൊട്ടത്തിലെ കല്ലുമഴ പെയ്താൽ എങ്ങനെ ഇരിക്കും, അതായിരിക്കും ഇവന്റെ അവസ്ഥ. ഉള്ളിൽ വന്ന പോലീസ് ഇവനോട് വെളിയിൽ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇവനും എനിക്ക് ഛർദിൽ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം മാനേജ് ചെയ്യുന്നു. വേറെ ഒരു വഴിയില്ലാതെ ആ ഒരു ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു പേപ്പർ അവൻ നേരെ കഴിച്ച് വിഴുങ്ങുന്നു. ഇവന്റെ ഈ വിഴുങ്ങൽ കാണുന്ന സമയത്ത് നമുക്കൊന്നും വിഴുങ്ങാൻ തോന്നുകയില്ല. കൈയെല്ലാം കഴുകി വായെല്ലാം തുടച്ച് വെളിയിൽ വന്നിട്ട് നമ്മുടെ ആ ഒരു അലക്സ് പോലീസിന്റെ കൂടെ തന്നെ പോകുന്നു. പുതിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്, നീ വാന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. എവിടേക്കാണെന്നാൽ ആ ഒരു ബിൽഡിങ്ങിന്റെ ആ ഒരു സെക്യൂരിറ്റി റൂമിന്റെ കോഡ് ആരോ മാറ്റിയതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ വന്ന് ടെക്നിക്കൽ ടീം അതിനെല്ലാം ഡീകോഡ് ചെയ്തിട്ട് എന്താണ് ആ ഒരു പാസ്കോഡ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ നമ്മുടെ ആ ഒരു ഇൻസ്പെക്ടർ അലക്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബിൽഡിംഗ് മൊത്തം ഈ ഒരു സ്ഥലത്ത് നിന്നാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഇൻക്ലൂഡിംഗ് CCTV ക്യാമറാസും. എന്നാൽ ഈ ഒരു റൂമിന് തന്നെ ഒരു വീക്ക് സ്പോട്ട് ഉണ്ട്. ഈ റൂമിന്റെ എയർ ഡക്ട് നേരെ പോകുന്നത് മുകളിലത്തെ ടെറസിലേക്കാണ്. അതിലൂടെ ഓട്ടയിട്ട് ഇറങ്ങി നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഒരു CCTVയുടെ ആ ഒരു വയറെല്ലാം കട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന വെളിയിൽ നിന്നും ആ ഒരു എന്താ പറയുക ടെറസിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അവിടെ പോകുന്ന വഴി ഒരാളുടെ ഫുട് പ്രിന്റ് കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവനോട് പറയുന്നു. അതിനുശേഷം ആ ഒരു ഇൻസ്പെക്ടർ അലക്സിനോട് ചോദിക്കുകയാണ്, മാർച്ച് 20, 2012 നിനക്ക് വല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന് പറഞ്ഞ് ചോദിക്കുന്നു. എന്താണെന്നാൽ ഈ റൂമിൽ വന്ന വ്യക്തി ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള കലണ്ടറിൽ ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അത് മാത്രമല്ല മാറ്റി എന്ന് പറയുന്ന ആ ഒരു സെക്യൂരിറ്റി കോഡ് ഉണ്ടല്ലോ, അതെന്താണെന്ന് അറിയോ? 20/03/2012 ആണെന്ന് പറയുന്നു. ആ ഒരു ഡേറ്റ് കേട്ടതും നമ്മുടെ ആ ഒരു അലക്സ് ചിന്തിക്കുന്നു. ഇവന്റെ ലാബിന്റെ സെക്യൂരിറ്റി കോഡും ഇത് തന്നെയായിരുന്നു. അത് 20/03/2012 തന്നെയാണ് അതിലെ പാസ്കോഡും വെച്ചിരിക്കുന്നത്. ലാബിന്റെ ഉള്ളിൽ വന്ന് നമ്മുടെ അലക്സ് ആവട്ടെ അവൻ കൊണ്ടുവന്ന ആ ഒരു സൂട്ട് കേസിന്റെ ഉള്ളിൽ നിന്നും ഒരു ട്രേ എടുത്തിട്ട് നേരെ അവിടെയുള്ള ഫ്രീസറിലോട്ട് കയറ്റുന്നു. ആ ഒരു ട്രേ മൊത്തം ഇരിക്കുന്നത് TH16 എന്ന് പറയുന്ന ആ ഒരു മരുന്നാണ്. അപ്പോൾ അവന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. കാർല, ഇന്ന് രാത്രി ഞാൻ ഒരു ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ആണ്. അത് വായിച്ച ശേഷം ആ ഒരു ഫ്രീസറിന്റെ ഡോർ നമ്മുടെ ഒരു അലക്സ് അടയ്ക്കുന്നു. അത് അടച്ച ഉടനെ തന്നെ അവിടെ സൈഡിൽ നമ്മുടെ മൈക്ക് നിൽക്കുന്നു. ആ ലാബിന്റെ സെക്രട്ടറിയാണ് എന്നെ ഉള്ളിലേക്ക് വിട്ടതെന്ന് പറഞ്ഞ് ഇവള് സെക്യൂരിറ്റി കോഡിന് എന്തിനാ ഈ ഒരു ഡേറ്റ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവള് അലക്സിനോട് ചോദിക്കുന്നു. ഡേറ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓർമ്മ വയ്ക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് വെച്ചതെന്ന് പറഞ്ഞ് ഇവൻ പറയുന്നു. ആ ഡേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനും കാർലയും ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ആ ഒരു ദിവസമാണ്. ഫ്ലാഷ് ബാക്ക് കിട്ടിയത് നേരെ പ്രസന്റ് ടൈമിലേക്ക് വരികയാണ്. നമ്മുടെ ആ ഒരു അലക്സും കൂടാതെ അവിടെയുള്ള എല്ലാ ഓഫീസേഴ്സും അവിടെ ഉള്ള ലിഫ്റ്റിലോട്ട് കയറുകയാണ്. ടെറസിലൂടെ വന്നവൻ എന്തായാലും ഈ ഒരു ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും അവളുടെ ബോഡി കൊണ്ടുവരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നു. അതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു അലക്സ് ചോദിക്കുന്നു. ഇപ്പോഴാണ് ആ ഒരു ടെറസിന്റെ വെളിയിലായിട്ട് ഞങ്ങൾ ഒരു ഫുട് പ്രിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അവനോട് പറയുന്നു. നിന്റെ ഷൂ സൈസ് എന്താണ് മോനെ എന്ന് പറഞ്ഞ് അലക്സിനെ നോക്കിയിട്ട് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന അതേ സമയം തന്നെ ആ ഒരു ലിഫ്റ്റ് നിന്ന് പോകുന്നു. ഡോർ ഓപ്പൺ ആക്കിയിട്ട് നോക്കുന്ന സമയത്ത് ഫയർ എല്ലാം കാരണം ബിൽഡിംഗ് മൊത്തം ആ ഒരു എമർജൻസി സിസ്റ്റം ഓൺ ആയിട്ട് വെള്ളം മൊത്തം ചീറ്റി തെറിക്കുന്നു. എല്ലാവരും ഹാളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്നു. എന്നാൽ അലക്സ് മാത്രം പാതി വഴി നിർന്ന ശേഷം അവിടുന്ന് കാർലെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവളെയും വിളിച്ച് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി കോഡ് നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസമാണ്. ഇങ്ങനെ ഇവൻ സംസാരിക്കുന്ന അതേ സമയം തന്നെ അവന് മുമ്പിൽ ഒരു ടാഗ് അല്ലെങ്കിൽ ഒരു മരിച്ച ശേഷം അവരുടെ ബോഡിയിൽ വെക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നെയിം ടാഗ് ഉണ്ട്. അത് അവൻ അവിടെ കാണിക്കുകയാണ്. അതിലെ പേരെന്താണെന്ന് നോക്കുന്ന സമയത്ത് അതിൽ കാർല, അതായത് ഇവന്റെ ആ ഒരു കാമുകിയുടെ പേര് അതിനകത്ത് കാണുന്നു. അത് കണ്ട് ടെൻഷനായി നമ്മുടെ ആ ഒരു അലക്സ്
മൈക്ക് ഇപ്പോഴും ജീവനോടെ തന്നെയാണ് ഉള്ളത്, നീ അന്ന് അയച്ച മെസ്സേജ് അവൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും, അങ്ങനെ അവൾക്ക് ഇതിനെപ്പറ്റി അറിയുവാണെങ്കിൽ നിന്റെ ജീവനും ആപത്തിലാണെന്നൊക്കെ പറഞ്ഞ് അവളെ വാൺ ചെയ്യുന്നു. മൈക്ക് മരിച്ചു എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്തതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്താലും അവളെ ആരും സംശയിക്കില്ല, അല്ലെങ്കിൽ അവളെ പിടിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ അവൾ പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ കൊണ്ട് ഇതെല്ലാം അവൾ ചെയ്യിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അലക്സ് പറയുന്നു. അപ്പം തന്നെ അവർ വീണുകൊണ്ടിരിക്കുന്ന വെള്ളം നിന്നതിനെ തുടർന്ന് ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് ആ ഒരു കോൾ ലോഗും അവൻ ഡിലീറ്റ് ചെയ്യുന്നു. നോക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു ഇൻസ്പെക്ടർ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോഴും സിസ്റ്ററിനോടായിരിക്കും സംസാരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ അവിടെ നിന്ന് പിടിച്ചു വാങ്ങുന്നു. എന്നാൽ അവൻ നേരത്തെ ആ ഒരു കോൾ ലോഗ് ഡിലീറ്റ് ചെയ്തതിനെ തുടർന്ന് അവർക്ക് ആ ഒരു നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ആ ഒരു റെസ്റ്റ് റൂമിലുള്ള ഫയർ സെൻസറിന്റെ സൈഡിലായിട്ട് ഒരു സിഗരറ്റിന്റെ ബഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഫയർ അലാം ആരോ ഓൺ ആക്കിയിരിക്കുന്നത്. എന്തായാലും അത് അലക്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉറപ്പിക്കുന്നു. കാരണം ഇവനാണല്ലോ ആ ഒരു റെസ്റ്റ് റൂം എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫയർ അലാം കാരണം എല്ലാവരുടെയും വെള്ളമായതിനുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു എവിഡൻസ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറുന്നു. അലക്സ് ആയിരിക്കണം ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുന്നു. ഇവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഈ ഒരു TH16 എന്ന് പറയുന്ന ഈ ഒരു മരുന്നിന്റെ ഡീറ്റെയിൽസും ഇവർക്ക് കിട്ടുന്നു. ഇത് ബേസിക്കലി ചില ജീവികളുടെ തൊലിന്നൊക്കെ എടുത്തിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വിഷമാണ്. ഈ ഒരു വിഷം മനുഷ്യന്റെ രക്തത്തിൽ കലരുകയാണെങ്കിൽ 8 മണിക്കൂറിന്റെ ഉള്ളിൽ ആ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും. അത് മാത്രമല്ല ഈ ഒരു വിഷം ആ ഒരു വ്യക്തിയുടെ ദേഹത്ത് കലർത്തിയിട്ടുണ്ടെന്ന് ഒരു ഒട്ടോപ്സിയിലും നമുക്ക് തെളിയിക്കാൻ സാധിക്കില്ല. ഇത് കേൾക്കുന്ന ഇൻസ്പെക്ടർ ഞാൻ അലക്സിനെ സ്റ്റേഷനിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുക, അവിടെ വെച്ച് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കാർ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവനെ ഒരു റൂമിലായിട്ട് ഒറ്റയ്ക്ക് കൊണ്ട് പൂട്ടിയിടെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. ഇവരും അലക്സിനെ ഒരു റൂമിലേക്ക് ഇട്ട് പൂട്ടിയിടുന്നു. ഇവനിരിക്കുന്ന ആ ഒരു റൂമിൽ ആകെ വേറൊരു ഡോർ മാത്രമേ ഉള്ളൂ. ആ ഒരു ഡോറിലൂടെ അവൻ രക്ഷപ്പെടാനും പറ്റില്ല. ഉള്ളിൽ ഒറ്റയ്ക്കിരിക്കുന്ന നമ്മുടെ അലക്സിന് ഒരു ജനൽ തുറക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. മെല്ലെ ചെന്നിട്ട് ആ ഒരു ജനലിന്റെ അടുത്ത് നോക്കുന്ന സമയത്താണ് അവിടെ അലക്സ് മൈക്കിക്ക് കൊടുത്ത ആ ഒരു ഗ്ലാസും കൂടാതെ വൈനും അവിടെ ഇരിക്കുന്നു. ഇത് കണ്ടതും ചെറുക്കൻ അങ്ങ് ആട്ടി ഒളിഞ്ഞ് ടെൻഷനായി നിന്ന് പോകുന്നു. നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തൊരു ശബ്ദം കേട്ടിട്ട് അവൻ ഞെട്ടി ഉണരുന്നു. എന്താണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദമാണ് അവൻ കേൾക്കുന്നത്. ശബ്ദം എവിടെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അവൻ അവിടുത്തെ ഡോർ തുറന്നിട്ട് ഉള്ളിലോട്ട് കയറുന്നു. ഉള്ളിൽ ലൈറ്റ് ഇട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഡെഡ് ബോഡീസ് സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുന്നു. അവിടെയുള്ള ഒരു ബോഡിയിലുള്ള കവറിന്റെ ഉള്ളിൽ നിന്നുമാണ് ഈ പറയുന്ന ഫോണിന്റെ ശബ്ദം കേൾക്കുന്നത്. ബാഗ് ഓപ്പൺ ചെയ്തിട്ട് കൈ ഉള്ളിലിട്ടിട്ട് ആ ഒരു ഫോണും അവൻ എടുക്കുന്നു. നോക്കുന്ന സമയത്ത് മൈക്കയുടെ ഫോണിൽ നിന്നുമാണ് ഈ ഒരു കോള് വരുന്നത്. ടെൻഷനായി നമ്മുടെ അലക്സ് ആ ഒരു ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെക്കുന്നു. മൈക്ക ശ്വാസം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ട് 3 സെക്കൻഡ് കഴിഞ്ഞതും ആ ഒരു ഫോൺ കട്ടാവുന്നു. അലക്സ് അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് നോക്കുന്ന സമയത്താണ് അത് ജേവിയർ അലോൺസോ എന്ന് എഴുതിയിരിക്കുന്നു. പെട്ടെന്ന് അവൻ വേറൊരു ശബ്ദം കേൾക്കുന്നു. എന്താണ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു മൈക്കയുടെ വെച്ചിരിക്കുന്ന ബോഡിയുടെ ആ ഒരു സ്ഥലത്ത് നിന്നും ആരോ പോകുന്ന പോലെ അവൻ കാണുന്നു. ഹെൽപ്പിന് വേറെ ആരെങ്കിലും വിളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോണിലുള്ള കോൺടാക്ട്സ് അവൻ ചെക്ക് ചെയ്യുന്നു. അത് നോക്കുന്ന സമയത്താണ് അതിൽ സേവ് ചെയ്യുന്ന എല്ലാ കോൺടാക്ട്സും നമ്മുടെ മൈക്കയുടെ നമ്പർ മാത്രമാണ്. അപ്പോൾ ആ ഒരു മൈക്കയുടെ ഫോണിലേക്ക് തന്നെ അവൻ വീണ്ടും തിരിച്ചു വിളിക്കുന്നു. ആ ഒരു കോൾ എടുക്കുന്നത് ഒരു സ്ത്രീയാണ്. അരബസ്കോ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന പെട്രീഷ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണത്. എത്ര പ്രാവശ്യമാണ് നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൈക്ക് ഇവിടെ ഇല്ല, അവരുടെ ഫോൺ അവർ വിട്ടിട്ടാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവള് പറയുന്നു. ഈ ഫോൺ എങ്ങനെ നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവൻ ചോദിക്കുന്നു. എന്താണെന്നാൽ മൈക്ക ഈ പറയുന്ന ഈവനിങ് മരിച്ചുപോയി. ആൻഡ് അത് മാത്രമല്ല അവളുടെ ഫോൺ ഇപ്പൊ കുറച്ചു മുമ്പാണ് മോർച്ചറിയിൽ നിന്ന് മിസ്സിംഗ് ആയത് എന്ന് പറയുന്നു. ആ ഫോൺ എങ്ങനെ നിന്റെ കയ്യിൽ വന്നതെന്നൊക്കെ പറഞ്ഞ് അലക്സ് ചോദിക്കുന്നു. അരബസ്കോ എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ ആ ഒരു ബാത്റൂമിന്റെ അവിടെ നിന്നാണ് എനിക്ക് ഒരു കുറച്ച് മുമ്പ് ഈ ഒരു ഫോൺ കിട്ടിയെന്ന് ഇവള് പറയുന്നു. ആ ഫോണിലുള്ള കോൺടാക്ട്സ് നോക്കി പറയാൻ പറ്റുമെന്ന് അവൻ ചോദിച്ചപ്പോൾ അതിനകത്ത് ഒരു കോൺടാക്ട്സും ഇല്ല, അതൊരു എംപ്റ്റി ആണെന്ന് ഇവള് പറയുന്നു. ഇതും കൂട്ടി കേട്ട് നമ്മുടെ കൺഫ്യൂസ് ആവുന്ന നമ്മുടെ അലക്സ് ആ ഒരു ഫോണിന്റെ സ്ക്രീനിനകത്ത് വല്ല റീഡയറക്റ്റിന് വല്ല ഇട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി അവൻ ആവശ്യപ്പെടുന്നു. അവളും അത് നോക്കിയിട്ട് ആ ഉണ്ടെന്ന് അവള് പറയുന്നു. മൈക്കയുടെ ഫോൺ കിട്ടിയ ആരോ അവളുടെ നമ്പർ നേരെ ഈ ഒരു ഹോട്ടലിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു മൊബൈലിലേക്ക് റീഡയറക്ട് ചെയ്തു എന്നൊരു വസ്തുത നമ്മുടെ ഒരു അലക്സ് മനസ്സിലാക്കുന്നു. അരബസ്കോ എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ പേര് കേട്ടതും അവന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. മൈക്ക അമേരിക്കയിൽ ആ ഒരു ബിസിനസ് ട്രിപ്പിന് പോകുന്നതിന്റെ തലേ ദിവസം ഇവർ രണ്ടുപേരും ആ ഒരു ഹോട്ടലിലേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലക്സിനോടും അവൾ അമേരിക്കയിലോട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാര്യ ടൂറ് പോയാലേ ഇവന് ടൂറ് പോകാൻ പറ്റുള്ളൂ എന്നൊരു വസ്തുത അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ പാവം. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ മോഡന്റെ ന്യായം പറയുന്നു. അതിൽ ദേഷ്യം വന്ന് നമ്മുടെ ഒരു മൈക്കയാവട്ടെ ദൂരത്തുണ്ടായിരുന്ന ഒരാളെ നോക്കുന്നു. നേരെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് എന്തോ സംസാരിച്ചിട്ട് അവന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. ആരാണതെന്ന് പറഞ്ഞിട്ട് അലക്സ് ചോദിക്കുന്നു. അദ്ദേഹമാണ് എന്റെ പുതിയ ലോയർ. നമ്മുടെ മാരേജ് കോൺട്രാക്ട് ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. എന്റെ സ്വത്തിന്റെ ആ ഒരു ബില്ലൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതണം എന്ന് പറഞ്ഞ് ഇവള് പറയുന്നു. ഇത് കേട്ടതും അലക്സ് ഒന്ന് ജെർക്കടിക്കുന്നു. എന്താ മോളൂസ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ ചോദിക്കുന്നു. സ്ഥിരം പരിപാടി തന്നെയാണ്, അൺടൈമിൽ ജോക്കടിയായിരുന്നു അത്ര. ശരി അതൊക്കെ ഇവിടെ എൻ്റെ കൂടെ അമേരിക്കയിലേക്ക് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവൾ ചോദിക്കുന്നു. സോറി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ കൈ അങ്ങ് വിടുന്നു. ഇതേസമയം ഇവിടെ ആവട്ടെ ഈ ഒരു അരബസ്കോ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിന്റെ പേര് കേട്ടതും അവൻ ടെൻഷനായിട്ട് നേരെ കാറിലേക്ക് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവന്റെ ഫോൺ ആ ഒരു പോലീസുകാർ എടുത്തു എന്നും ഈ ഒരു വേറെ ഫോണിൽ നിന്ന് ഇവൻ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നു. അപ്പോൾ ലിഫ്റ്റിന്റെ ശബ്ദം ഇവൻ കേൾക്കുന്നു. അതെന്തായിരുന്നു ശബ്ദം എന്ന് പറഞ്ഞ് നമ്മുടെ അലക്സ് ചോദിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ ഒരു വീട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞ് ഇവള് പറയുന്നു. അലക്സ് വരുന്നവരെ വീട്ടിൽ വെയിറ്റ് ചെയ്ത ശേഷം അവൻ വന്ന ശേഷം രണ്ടുപേർക്ക് ഒളിച്ചോടാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവന് കിട്ടിയ ആ ഒരു ഫോൺ നമ്പറിൽ മൊത്തം ആ ഒരു നമ്പർ ഉള്ളത് ഈ പറയുന്ന ആ ഒരു മൈക്കയുടെ നമ്പർ
മാത്രമാണ്. അന്ന് ആ ഒരു ഹോട്ടലിൽ അവൾ ആരോട് പോയി സംസാരിച്ചു വന്നല്ലോ, ആ ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ആ ഒരു ജേവിയർ അലോൺസോ എന്ന് പറഞ്ഞ് ഇവൻ ചിന്തിക്കുന്നു. ജാവിയർ അലോൺസോ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം നമുക്ക് തെളിയിക്കാൻ പറ്റും. സോ ജാവിയർ അലോൺസോ ആരാണെന്ന് നമ്മുടെ കാറിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവൻ ആവശ്യപ്പെടുന്നു. ഇതേസമയം വെളിയിൽ നമ്മുടെ ഇൻസ്പെക്ടർ ആ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം അവന്റെ കുറച്ച് ഫ്ലാഷ് ബാക്ക് എല്ലാം കാണിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങായിരിക്കും നമ്മുടെ ഇൻസ്പെക്ടർ നേരെ ഇതേ മോർച്ചറിലേക്ക് ഓടി പടച്ചു വരുന്നു. ഉള്ളിൽ ആ ഒരു കുറച്ചു മുമ്പ് നിന്നുണ്ടായിരുന്ന അതേ ഡോക്ടറിന് മുമ്പിൽ ഒരു ബോഡി ഉണ്ട്. ആ ബാഗ് തുറന്നു നോക്കുന്ന നമ്മുടെ ഒരു ഇൻസ്പെക്ടർ ഭയങ്കരധികം സങ്കടപ്പെട്ട് കരയുന്നു. അവന്റെ ഭാര്യയും മകളുമായിട്ടുള്ള ആ ഒരു സ്വീറ്റ് മൊമെന്റ്സ് എല്ലാം അവൻ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവർ 3 പേരും ഹാപ്പി ആയിട്ട് കാറിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ട്രാഫിക് സിഗ്നൽ റെഡ് കളറിൽ നിന്ന് നേരെ ഗ്രീൻ കളറിലേക്ക് മാറുന്നു. വീണ്ടും നമ്മുടെ ഇൻസ്പെക്ടർ കരയുന്ന സീന് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയായ റൂത്തിന്റെ ശവശരീരമാണ് അദ്ദേഹത്തിന് മുമ്പിലിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു ഇൻസിഡന്റ് ഓർത്ത് അദ്ദേഹം ഇപ്പോഴും സങ്കടപ്പെടുന്നു. ആ സമയം അവിടേക്ക് വരുന്ന അവിടെ ഒരു മാത്യു, മൈക്കയുടെ അനീതിയായ ഗ്ലോറിയ ഒരു റെഡ് ഫയൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫയലും കൊണ്ട് അദ്ദേഹം വരുന്നു. ആ ഒരു ഫയലിന്റെ ലാസ്റ്റ് ആ ഒരു പോർഷൻ ആകുന്ന സമയത്ത് ഒരുപാട് ബിൽ പേയ്മെന്റ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ആരുടെ പേരിലാണോ ഈ പറയുന്ന ബിൽ പേയ്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് അത് ആരാണെന്ന് അവർക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു ബില്ലുള്ള ആളുടെ വീട്ടിലേക്ക് ഈ ഒരു പോലീസുകാർ ചെക്ക് ചെയ്യുന്നു. ഇൻസ്പെക്ടർ നേരെ നമ്മുടെ അലക്സിനെ ഒരു റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട്, നീയാണ് നിന്റെ ഭാര്യയെ TH16 എന്ന് പറയുന്ന ഒരു മരുന്ന് കുത്തിവെച്ച് കൊന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ വേണ്ടി അവളുടെ ബോഡി എടുത്തുകൊണ്ട് പോയതും നീയാണ്. ആ മരുന്ന് നിന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ ഞങ്ങൾ എന്താ പൊട്ടന്മാരാണെന്ന് ആ ഒരു അലക്സിനോട് ചോദിക്കുന്നു. അപ്പൊ അലക്സും, ഞാനെന്താ അത്ര മണ്ടനാണോ? TH16 എന്ന് പറയുന്ന ഈ ഒരു മരുന്ന് വെച്ച് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ ഒരു ഒട്ടോപ്സിയിൽ പോലും ഇത് തെളിയിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കും ഞാൻ ഇതിന് ഇത്ര കഷ്ടപ്പെട്ട് അവളുടെ ബോഡി എടുത്തുകൊണ്ട് പോകുന്നെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുന്നു. കുറച്ചു നേരം മുമ്പാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി അല്ല, ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ പറഞ്ഞത്. ഇപ്പൊ താണ്ട്ര ഈ ഒരു മരുന്നിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട ഇൻസ്പെക്ടറും ഒരു റെക്കോർഡർ ഓൺ ആക്കിയിട്ട് ഇവനോട് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. മൈക്കെ, നീ എവിടെയാണ് ആദ്യം മീറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുന്നു. അപ്പോൾ അലക്സും പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് അലക്സ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കെമിസ്ട്രി പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ആ ഒരു ജോലി ഇഷ്ടപ്പെടാതെ അത് ഉപേക്ഷിച്ചിട്ട് വേറെ ഏതൊരു സ്ഥലത്തിലേക്ക് അവൻ ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അവൻ മൈക്കയെ മീറ്റ് ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് പേരൻസ് എല്ലാം ഇല്ലാതായ നമ്മുടെ ഒരു മൈക്കയ്ക്ക് ആ വിഷമം പോകാൻ വേണ്ടിയാണ് അവൾ ഇങ്ങോട്ട് ട്രിപ്പ് വന്നിരിക്കുന്നത്. എന്തായാലും അച്ഛനും അമ്മയും മരിച്ച ശേഷം അവൾക്ക് ആ ഒരു സങ്കടം പോക്കാൻ വേണ്ടി അവൾ നേരെ ട്രിപ്പ് വന്നിരിക്കുക. ഇപ്പോൾ ഇവളുടെ പേരൻസിന്റെ എല്ലാ സമ്പാദ്യവും ഇവൾക്കാണ് വന്നിരിക്കുന്നത്. അവിടെ വെച്ച് അലക്സിനെ മീറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു മൈക്കയ്ക്ക് അവനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന പറഞ്ഞ് അലക്സ് പറയുന്നു. മൈക്ക് മരിച്ച ദിവസത്തെ ആ ഒരു സംഭവത്തിനെ പറ്റി അവനോട് ചോദിക്കുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഞാൻ മൈക്ക ആ ഒരു ഡെഡ് ബോഡി ആയിട്ട് ആ ഒരു സോഫയിൽ ഇരിക്കുന്നതാണ് കണ്ടതെന്ന് ഇവൻ പറയുന്നു. ആദ്യം ഞാൻ ഉറങ്ങുകയെന്ന് വിചാരിച്ച്, അതിനുശേഷം കുറച്ചു നേരം അവൾക്കൊരു അനക്കവും ഇല്ലാന്ന് കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആംബുലൻസിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വന്ന് ഇവൾ മരിച്ചു എന്ന് കൺഫേം ചെയ്തു. അതിനുശേഷമാണ് അവളുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ഇദ്ദേഹം പറയുന്നു. അതിനുശേഷം അവളുടെ സിസ്റ്റേഴ്സ് രണ്ടുപേരും വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരി, അതും കഴിഞ്ഞ് നീ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇവൻ പറയുന്നു. എന്നാൽ ഞങ്ങൾ നിന്നെ തേടി ഒരു പോലീസുകാർ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ നീ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ, എവിടെ പോയെന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തലവേദനയായപ്പോൾ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതെന്ന്. ഓ, എന്നാൽ മോൻ വാങ്ങിച്ച ഒരു മരുന്നൊന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞ ഒരു ഇൻസ്പെക്ടർ ചോദിക്കുന്നു. ചെറുക്കൻ അങ്ങ് പെട്ടുപോയി. കാരണം ഇപ്പൊ ഒന്നും പറയാൻ കിട്ടുന്നില്ല, അവനൊന്നും മിണ്ടുന്നില്ല. ഇപ്പൊ നീ എന്താണ് ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞ് എനിക്ക് പ്രൂഫോട് തെളിയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈക്കയുടെ ആ ഒരു റെഡ് ഫയൽ ഉണ്ടല്ലോ അതും എടുത്ത് അവന്റെ അടുത്തേക്ക് വരുന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മൈക്ക ഒരു ഡിറ്റക്റ്റീവിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളും അലക്സിനെ അവൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ബിൽ പേയ്മെന്റ്സ് ആണ് ആ ഒരു ലാസ്റ്റ് പേജിൽ ഉണ്ടായിരുന്നത്. അലക്സ് ആരുടെ കൂടി അഫെയറിലുണ്ടെന്ന് സംശയിച്ചിട്ടാണ് നമ്മുടെ ഒരു മൈക്ക ഒരാളെ ആ ഒരു ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം കണ്ടുപിടിച്ചോ ഇല്ലോ എന്നൊന്നും പറഞ്ഞ് ഒരു എവിഡൻസും അതിനകത്തില്ല. അങ്ങനെ ഇതിനെപ്പറ്റി മൈക്കയ്ക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റി അറിയുമെങ്കിൽ അവൾ എന്തായാലും ഇവനെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവും. സോ ഒബ്വിയസ്ലി മൈക്കയുടെ സ്വത്തൊന്നും നിനക്ക് കിട്ടാതെയും പോകും. സോ നീ ശരിക്കും പറഞ്ഞ ഒരു അഫെയറിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ശരിക്കും തെളിവ് വേണം. അതറിയണമെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് പോകണം. അതുകൊണ്ടാണ് ജാവിയർ അലോൺസ് എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോലീസുകാരെ അയച്ചതെന്ന് പറഞ്ഞ് ഇവനോട് ആ ഒരു ഇൻസ്പെക്ടർ പറയുന്നു. ജേവിയർ അലോൺസയോ? ആ ഒരു പേര് കേട്ട് നമ്മുടെ ഒരു അലക്സും ഷോക്ക് ആവുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു ഇൻസ്പെക്ടറിനെ കൂട്ടിക്കൊണ്ട് അവൻ ആ ഒരു ബോഡി കണ്ട ആ ഒരു സ്ഥലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് അവൻ ആ ഒരു ഫോൺ കിട്ടിയ ആ ഒരു ബോഡിയുടെ ആ ഒരു പേര് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നു. നോക്കുന്ന സമയത്ത് ഇപ്പോൾ വേറെ ഏതൊരു പേരാണ്. ഇത് കാണുന്ന അലക്സിനെ പ്രാന്ത് പിടിച്ച പോലെ ആയി പോകുന്നു. തികച്ചും സ്വാഭാവികം, ആർക്കാണെങ്കിലും തന്നെ സംഭവിച്ചു പോകും. ആ സമയം നമ്മുടെ ഇൻസ്പെക്ടറിന് ഒരു കോൾ വരുന്നുണ്ട്. മാത്യു ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ജേവിയർ അലോൺസിന്റെ വീട്ടിൽ ആരും തന്നെ ഇല്ല. ഇവിടെ വെച്ച് ഒരു പ്രൂഫ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നും മാത്യു പറയുന്നുണ്ട്. ഇവിടെ ആ ഒരു റെസ്റ്റ് റൂമിലേക്ക് വരുന്ന നമ്മുടെ ഒരു അലക്സ് കാറിലേക്ക് കോൾ ചെയ്യുന്നു. ജേവിയർ അലോൺസ് ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞ് അവളോട് പറയുന്നു. എനിക്കത് അറിയാമെന്ന് പറഞ്ഞ് അവള് പറയുന്നു. എങ്ങനെയാണെന്ന് നോക്കുന്ന സമയത്ത് ഇവള് ഹോസ്പിറ്റലിൽ പോകുന്ന അതേ സമയം തന്നെ ഇവളുടെ വീട്ടിലേക്ക് ഒരു പോസ്റ്റ് കവർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു പെൻഡ്രൈവ് ഉണ്ടായിരുന്നു. അതിൽ ജേവിയർ അലോൺസോ എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു ഫോൾഡർ ഉണ്ടായിരുന്നു. ആ ഒരു ഫോൾഡറിനകത്ത് നമ്മുടെ ആ ഒരു അലക്സും കൂടാതെ ആ ഒരു
കാറിലെയും ഒരുമിച്ചിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് എല്ലാം അതിൽ ആരോ ഒളിഞ്ഞു നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അലക്സ് സംസാരിച്ച ഒരു ഓഡിയോ റെക്കോർഡിങ്ങും അതിനകത്തുണ്ട്. അത് പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. മൈക്ക് ആ ഒരു അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരുന്ന അതേ ദിവസം തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അത് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് അവൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് ഇവൻ പറയുന്നത് അലക്സിന്റെ വോയിസിൽ ഒരു ക്ലിപ്പ് ഉണ്ട് അതിനകത്ത്. മൈക്കിക്ക് ഡിറ്റക്റ്റീവ് മൂലം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അവൾ തന്നെ ആയിരിക്കണം നിനക്ക് ഈ ഒരു ഓഡിയോ റെക്കോർഡിംഗ് അയച്ചിട്ടുണ്ടാവുക, നീ വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു പറഞ്ഞ് അവളോട് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. കാറിലെയും അവിടെ തിങ്സ് എല്ലാം എടുത്തിട്ട് അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകും. അവളിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വെളിയിലോട്ട് വരികയാണ്. അപ്പോൾ റോഡിലിരിക്കുന്ന സമയത്ത് അവളെ ഇടിക്കാൻ വേണ്ടി വരുന്ന രീതിയിൽ ഒരു കാർ അങ്ങോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ ഒരു കോളും കട്ടാവുന്നു. അലക്സ് ഭയങ്കരധികം ടെൻഷൻ ആവുന്നു. കാറിലേക്ക് എന്ത് സംഭവിച്ചു ഏത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് അറിയാതെ അവൻ ഭയങ്കരധികം ടെൻഷൻ ആവുന്നു. പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് വെളിയിലോട്ട് പോകാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു. ഇൻസ്പെക്ടർ അവനെ തടുത്ത് അവിടുന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് തടയുന്നു. ഒരാൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലക്സ് പറയുന്നു. ആർക്കാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് അവന് മറുപടിയില്ല. താൻ ആരോടോ മാറിക്കിടോ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ഇൻസ്പെക്ടർ നമ്മുടെ അലക്സിന്റെ മുഖത്ത് ഒക്കെ ഒരു അറ്റടി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. അവിടെ നമ്മുടെ ഒരു ഇൻസ്പെക്ടർ ആവട്ടെ ഫോണിൽ വിളിച്ചിട്ട് ഇന്നപോലെ കാറിന്റെ അഡ്രസ്സ് എല്ലാം കൊടുത്ത് അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആ സമയം അവിടേക്ക് വേറൊരു ഓഫീസർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ 3 ബുള്ളറ്റ്സ് ഉണ്ട്. ആ ഒരു ബുള്ളറ്റ്സ് ഒരു എവിഡൻസ് ബാഗിലാക്കി അദ്ദേഹം കൊണ്ടുവരുന്നു. റൂമിലേക്ക് വരുന്ന നമ്മുടെ ഇൻസ്പെക്ടർ അലക്സിനോട് നീ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഞങ്ങൾ എന്തായാലും പോലീസിനെ വിട്ടിട്ടുണ്ടെന്ന് അവനോട് പറയുന്നു. ശരി, നിന്റെ കഥ നീ എന്തായാലും തുടക്കം തൊട്ട് ഒന്നും കൂടെ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു റെക്കോർഡർ അവന്റെ മുമ്പിൽ വെച്ച് ഓൺ ആക്കുന്നു. സോ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ അലക്സ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി പോകുന്നത്. 8 മാസങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രി പ്രൊഫസറായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അലക്സ് ആദ്യമായിട്ട് ഈ പറയുന്ന കാറിലെ മീറ്റ് ചെയ്യുന്നത്. ഇവന്റെ ക്ലാസ്സിലേക്ക് പുതുതായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്ന പുതിയൊരു സ്റ്റുഡന്റ് ആണ് ഈ പറയുന്ന കാറില. ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് കയറി നമ്മുടെ കാറില ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മിസ്സായോ എന്ന് പറഞ്ഞിട്ട് ഇവനോട് വന്ന് ചോദിക്കുന്നു. അതിന് ഇവനും ആ കുറച്ചൊക്കെ മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവൾക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇവൻ ഇവൾക്ക് ക്ലാസ് എടുത്ത് അവസാനം ഇവർ രണ്ടുപേരും പ്രണയത്തിലാവുന്നു. ഇവന്റെ പോക്കാണ് നമ്മുടെ ആ ഒരു മൈക്കും ചെറുതായിട്ട് ഡൗട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ അലക്സിനെ കൊണ്ട് ഈ ഒരു കാറിലെ മീറ്റ് ചെയ്തിരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം ഇവർ രണ്ടുപേരും തമ്മിൽ, അതായത് അലക്സും കാർലയും തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലാവുകയാണ്. അന്ന് രാത്രി ബെഡിൽ ഇവർ രണ്ടുപേരും കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഒരു തരത്തിലുള്ള സീക്രട്ടും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ അലക്സിന് ഓൾറെഡി കല്യാണം കഴിഞ്ഞ് മൈക്കെന്നൊരു വൈഫുള്ള കാര്യം നമ്മുടെ ഒരു കാർലയും കൊണ്ട് സഹിക്കാൻ സാധിക്കുന്നില്ല. സോ അതിനെ തുടർന്ന് കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഒരു അലക്സിനെ അവൾ മീറ്റ് ചെയ്യുന്നില്ല. ബട്ട് നമ്മുടെ അലക്സിന്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. കാരണം കാർലയാണ്ട് കരളെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവളുടെ പിന്നാലെ തന്നെ അലയുന്നു. അങ്ങനെ അവളെ മീറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും മൈക്ക് ഉപേക്ഷിച്ച് നിന്റെ കൂടെ വരാന്നൊക്കെ പറഞ്ഞ് അവൾക്ക് വാക്ക് കൊടുക്കുന്നു. മൈക്കായിട്ട് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തായാലും ഈ പറയുന്ന അലക്സ് തോറ്റു പോകും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നയാ കാശ് പോലും ഇവന് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ഒരു മൈക്കെ ഞാൻ ഇല്ലാതാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും തമ്മിൽ പ്ലാൻ ഇടുന്നു. ബട്ട് ഇപ്പോഴും ഈ പറയുന്ന നമ്മുടെ പോലീസിന് മനസ്സിലാവാത്ത കാര്യം എന്താണെന്നാൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ പക്കയായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് പോലും ഈ അവസാന നിമിഷം ഈ പറയുന്ന മൈക്ക് ജീവനോടുണ്ടെന്ന് അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ചോദിക്കുന്നു. അതിന് കാരണം എന്താണെന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന മൈക്ക ഒരു എന്താ പറയുക ഡിറ്റക്റ്റീവിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാവേർ അലോൺസോ എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവും എന്നെ ഫോളോ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചു എന്നതിലുപരി ഞാൻ അവളെ കൊല്ലാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ക്ലിപ്പിംഗ് പോലും അല്ലെങ്കിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പോലും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി ഈ ഒരു കാര്യത്തിനെ പറ്റി മൈക്കിക്കും അറിയാമായിരിക്കാം. ബട്ട് അങ്ങനെയാണെങ്കിലും നീ മൈക്ക് വിഷം കൊടുത്തിരിക്കുന്ന ആ ഒരു വൈൻ കുടിച്ചത് നീ കണ്ടതല്ലേ, അതെങ്ങനെ പോസിബിൾ ആണെന്ന് അവനോട് ചോദിക്കുന്നു. സപ്പോസ് ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട് എന്ന് അവൾ മുൻകൂട്ടി കണ്ടിട്ട് അവിടെ വേറൊരു വൈൻ വെച്ച് ആ ഒരു വൈനായിരിക്കും അവൾ കുടിച്ചിട്ടുണ്ടാവുമെന്ന് അലക്സ് പറയുന്നു. കാറ്റലപ്സി കണ്ടീഷൻ വരുത്താൻ സാധിക്കുന്ന ചെറുതരത്തിലെ ന്യൂറോളിക് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് അവൾ മരിച്ച പോലെ അഭിനയിക്കുന്നു. ഒരു നിശ്ചിത സമയത്തിന് ശേഷം അവൾ നോർമൽ സ്റ്റേജിലേക്ക് മാറുന്നു. അങ്ങനെ വന്ന മൈക്കിയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം എന്നെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അലക്സ് പറയുന്നു. ഇതെല്ലാം ഇമാജിനേഷനിലും അപ്പുറം ആണെങ്കിൽ പോലും മൈക്ക് വിചാരിച്ചാൽ ഇങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് അലക്സ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിന് ഒരു കോൾ വരുന്നുണ്ട്. ഈ പറയുന്ന നമ്മുടെ അലക്സിന്റെ വീട്ടിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്ന മാത്യു ആണ് വിളിക്കുന്നത്. ഇവന്റെ വീട്ടിൽ മോർച്ചറായിട്ട് റിലേറ്റ് ചെയ്ത ഫ്ലോർ മാപ്പും കൂടാതെ ഈ പറയുന്ന സെക്യൂരിറ്റി കോഡ് മാറ്റാൻ സാധിക്കുന്ന ചില ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നും മാത്യു ഇൻസ്പെക്ടറിനോട് പറയുന്നു. മൈക്കയുടെ ബോഡി നിങ്ങൾക്ക് കിട്ടിയോ എന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്പെക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു. അവളുടെ ബോഡി കിട്ടിയില്ല, പക്ഷേ അലക്സിന്റെ വണ്ടിക്കുള്ളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു തൂമ്പായും കൂടാതെ ഒരു ഷൂസും അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഷൂസും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതേ ഷൂസ് നമ്മുടെ ആ ഒരു മോർച്ചറിയുടെ ബാക്കിൽ നിന്ന് കിട്ടിയ ഒരു ഫുട് പ്രിന്റ് ഉണ്ടല്ലോ അത് രണ്ടുമായിട്ട് എക്സാക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ടെന്നും പറയുന്നു. അതുമാത്രമല്ല അവൻ്റെ വീടെല്ലാം തറവായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു പിസ്റ്റൽ ഗണ്ണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ മാത്യുവിന് വേറൊരു കോൾ വരുന്നു. ആരാണെന്ന് നോക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മുടെ ആ ഒരു വാച്ച്മാന് സെക്യൂരിറ്റി നിൽക്കുന്ന പോലീസുകാരനാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ആ ഒരു വാച്ച്മാൻ കോൺഷ്യസ് ആയി എന്ന് പറഞ്ഞ് ആ ഒരു ഇൻഫർമേഷൻ പറയുന്നു. അതുമാത്രമല്ല അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് പോലീസിനോട് പറഞ്ഞ കാര്യം നമ്മുടെ ഒരു ഇൻസ്പെക്ടറിനോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. അന്ന് രാത്രി ഇദ്ദേഹം വാച്ച്മാൻ ഇട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓരോ CCTV ആയിട്ട് പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവുന്നു.
എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ടോർച്ച് എടുത്തോട്ട് മുകളിൽ പോയി ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള മോർച്ചറിൽ നിന്നും എന്തോ ഒരു ശബ്ദം അദ്ദേഹം കേൾക്കുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ച് നമ്മുടെ ആ ഒരു അദ്ദേഹം മെല്ലെ മെല്ലെ ആ ഒരു ടോർച്ചും കൊണ്ട് ആ ഒരു മോർച്ചറിനുള്ളിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് മൈക്കയുടെ ബോഡി ഉണ്ടായിരുന്ന ഒരു ട്രേ ഓപ്പൺ ആയിട്ട് അതിനുള്ളിൽ ഒന്നുമില്ല. അപ്പോൾ ആ സമയം അവിടെ ആരോ പോകുന്ന പോലെ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്യുന്നു. അതിനുശേഷം വെളിയിൽ വന്ന് നോക്കുന്ന സമയത്താണ് മൈക്കയുടെ ബോഡി അവിടെ ഉള്ള ലിഫ്റ്റിൽ കിടക്കുന്നു. ഒരുപക്ഷെ ഇവള് ജീവനോടെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹലോ മാം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ചോദിക്കുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ലിഫ്റ്റ് ക്ലോസ് ആവുന്നു. ടെൻഷനായി ഇദ്ദേഹം നേരെ പോലീസിനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ 2 ഓഫീസേഴ്സിനെ വിടുമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ വിളിച്ച ആ ഒരു ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ആ ഒരു ലിഫ്റ്റും ഓപ്പൺ ആവുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ആ ഒരു ബോഡി ഇല്ല. പെട്ടെന്ന് അതേ ലിഫ്റ്റിൽ നിന്നും മുഖമൂടി കേട്ട് വേറൊരു വ്യക്തി വെളിയിലോട്ട് വരികയാണ്. അവൻ്റെ കയ്യിൽ ഒരു ഗണ്ണുകൊണ്ട് നമ്മുടെ വാച്ച്മാനെ നോക്കിയിട്ട് 3 പ്രാവശ്യം ഷൂട്ട് ചെയ്യുന്നു. അത് കണ്ട് ടെൻഷനായിട്ട് പേടിച്ച് നമ്മുടെ ഒരു വാച്ച്മാനും നേരെ മോർച്ചറി വിട്ട് നേരെ ആ വെളിയിലുള്ള കാട്ടിലേക്ക് ഓടിക്കയറുന്നു. അങ്ങനെ പോകുന്ന ഇദ്ദേഹത്തിനെയാണ് ആ കാർ വന്നിടിച്ച് ആക്സിഡന്റ് ആവുന്നത്. മോർച്ചറിയുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്ത ഈ ഒരു 3 ബുള്ളറ്റും നിന്റെ വീട്ടിൽ നിന്നും കെട്ടിയ ആ ഒരു ഗണ്ണുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. പക്ഷേ അലക്സ് ആവട്ടെ എനിക്കിങ്ങനെ ഒരു ഗണ്ണ് പോലും ഇല്ല, ഇതെല്ലാം അവളുടെ പ്ലാൻ ആണെന്നൊക്കെ പറഞ്ഞ് അലക്സ് പറയുന്നു. ബട്ട് സ്വാഭാവികമായിട്ടും അലക്സിനെ അവിടെ ആരും വിശ്വസിക്കുന്നില്ല. നിന്റെ വീട്ടിൽ നിന്നും ഈ ഒരു മോർച്ചറിയുടെ ഫ്ലോർ മാപ്പും കൂടാതെ ആ ഒരു സെക്യൂരിറ്റി കോഡ് മാറ്റുന്ന ഇൻസ്ട്രക്ഷനും എല്ലാം കിട്ടിയായിരുന്നു. സോ ഒബ്വിയസ്ലി നീ തന്നെ ആയിരിക്കും അവളുടെ ബോഡി എടുത്തുകൊണ്ട് പോകുക എന്ന് നമ്മുടെ ഇൻസ്പെക്ടർ പറയുന്നു. ബട്ട് അലക്സ് പറയുന്നു മേ ബി അവൾ വേറെ ആരുടെങ്കിലും ആ ഒരു സഹായത്തോടെ കൂടിയായിരിക്കും ഇവിടെ വന്നിട്ട് അവൾ ആ ഒരു ജീവൻ വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവുക എന്ന് പറയുന്നു. എന്നോടുള്ള പ്രതികരണം തീർക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെയല്ല കളിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു അലക്സ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം അല്ലെങ്കിൽ കാറിലോട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് അത് ഇതിനോട് പറയുന്നു. ബട്ട് നമ്മുടെ ഇൻസ്പെക്ടർ നമ്മുടെ ആ ഒരു അലക്സിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അലക്സിനെ കൂട്ടിക്കൊണ്ട് കാറിൽ ഇവർ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലെ പറ്റി വല്ല ഇൻഫർമേഷൻ കിട്ടിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇൻസ്പെക്ടർ ഫോൺ വിളിച്ച് ചോദിക്കുന്നു. അപ്പോഴാണ് അലക്സ് കൊടുത്ത ഒരു അഡ്രസ്സിൽ കാർല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ ഇല്ലായിരുന്നു. ഇവരിങ്ങനെ കാറിൽ പോകുന്ന സമയത്താണ് റോഡിന്റെ നടുവിലായിട്ട് നമ്മുടെ മാത്യു വേറെ കുറെ പോലീസുകാരുമായിട്ട് നിൽക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കുന്ന സമയത്താണ് ഇവർക്ക് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. മണ്ണിൽ മൂടപ്പെട്ട രീതിയിൽ കണ്ടെത്തി ഈ ഒരു ബോഡി അവർ സ്ട്രെച്ചറിൽ മുകളിലോട്ട് കയറ്റുന്നു. അവരും ആ ഒരു കവർ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്താണ് അത് നമ്മുടെ മരിച്ചുപോയ മൈക്കയുടെ ബോഡിയാണ്. ഇത് കാണാൻ നമ്മുടെ അലക്സിനെ കൊണ്ട് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. അലക്സ് കൊടുത്ത ഒരു അഡ്രസ്സിൽ കാർല എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്നൊരു കാര്യം നമ്മുടെ ഇൻസ്പെക്ടർ അവനോട് പറയുന്നു. അവിടെ ഒരു നൈബേഴ്സിനോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു, അവരാരും തന്നെ ഈ പറയുന്ന കാർല എന്ന് പറയുന്ന പെൺകുട്ടി കണ്ടിട്ടുമില്ല. ഇതിനുപരിയായിട്ട് എന്താ പറയുക കുറേ വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു ഫ്ലാറ്റാണ് എന്നൊക്കെ അവർ മൊഴി തന്നിട്ടുണ്ടെന്ന് പറയുന്നു. അലക്സ് ആണ് ഈ ഒരു കാർല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മൈക്കെ കൊല്ലം തീരുമാനിച്ച നമ്മുടെ ഒരു അലക്സിന് കുറച്ച് വിശ്വാസവും കുറച്ച് ധൈര്യമൊക്കെ കൊടുക്കാൻ വേണ്ടി ഇവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ് കാർല. എന്നിട്ട് അവൾക്ക് വേണ്ടി കൊല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മൈക്കെ ഈ പറയുന്ന അലക്സ് കൊല്ലുന്നത് എന്നിങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ ഒരു ഇൻസ്പെക്ടർ നേരെ അലക്സിനോട് പറയുന്നു. എന്നിട്ട് മാത്യുവിനോട് നേരെ പോയി ജഡ്ജിനെ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ജഡ്ജി വാറണ്ട് തന്ന ഉടനെ തന്നെ നമുക്ക് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഇൻസ്പെക്ടർ പറയുന്നു. റോഡിൽ ട്രാഫിക് മാറ്റാൻ വേണ്ടി എല്ലാ പോലീസും പോകുന്ന സമയത്ത് അലക്സ് ആ ഒരു ഇൻസ്പെക്ടറെ ഉന്തി തള്ളിയിട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇൻസ്പെക്ടറും അവന്റെ പിന്നാലെ തന്നെ ചേസ് ചെയ്ത് പോകുന്നു. കാടിൻ്റെ ഉള്ളിൽ വേഗത്തിൽ ഓടുന്ന നമ്മുടെ അലക്സ് പെട്ടെന്ന് എന്തോ പറയുക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് അവൻ തളർന്നു വീഴുന്നു. അപ്പോൾ അവിടേക്ക് വരുന്ന നമ്മുടെ ഇൻസ്പെക്ടറും എങ്ങോട്ടും മോനെ ഓടിപ്പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവനെ വീണ്ടും അടിക്കുന്നു. എനിക്കിത് എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് അലക്സ് ചോദിക്കുന്നു. 8 മണിക്കൂറോളം നമ്മുടെ ആ ഒരു മോർച്ചറി തന്നെ ഇരിക്കുമായിരുന്നു, വേറെന്ത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇൻസ്പെക്ടർ അവനോട് ചോദിക്കുന്നു. എന്നാൽ ഇദ്ദേഹം പറയുന്നതിൽ എന്തോ ഒരു വേറൊരു അർത്ഥമുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പ്ലീസ് എനിക്ക് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലക്സ് അവനോട് അപേക്ഷിക്കുന്നു. ഇതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്കും അന്ന് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അലക്സിനോട് പറയുന്നു. അലക്സ് മാത്രമല്ല കാണുന്ന നമ്മൾ പോലും ഇദ്ദേഹം ഇത് എന്ത് തേങ്ങ പറയുന്നതെന്ന് ചിന്തിച്ചു പോകും. അപ്പോഴാണ് ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ കഥ അലക്സിനോട് പറയുന്നത്. 10 വർഷം മുമ്പ് നമ്മുടെ ആ ഒരു ഇൻസ്പെക്ടറിന്റെ വൈഫ് മരിച്ചു പോകുന്നു. ഒഫീഷ്യൽ റെക്കോർഡ്സ് പ്രകാരം ഇവർ ഒരു ആക്സിഡന്റിലാണ് ഇവള് മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. നൈറ്റിൽ കാറിൽ നമ്മുടെ ഒരു ഇൻസ്പെക്ടറും അദ്ദേഹത്തിന്റെ വൈഫും കൂടാതെ മകളായ ഈവയും ഉണ്ടായിരുന്നു. സിഗ്നൽ ഗ്രീനായി അവർ വണ്ടി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വേറൊരു വണ്ടി വന്ന് ഈ ഒരു കാറിനെ ഇടിക്കുന്നു. അതിൽ ആ ഒരു വിൻഡോ സൈഡിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ വൈഫായ റൂത്ത് ഭയങ്കരതയും ഇഞ്ചോർഡ് ആവുന്നു. അവർ അൺകോൺഷ്യസ് ആവുകയും ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഇവരെ വന്ന് ഇടിച്ച ആ ഒരു കാറിലുള്ള ആളുകൾ ഭയങ്കര ഡ്രിങ്ക്സ് എല്ലാം അടിച്ച് ബോധരഹിതരായിരുന്നു. അവരും ഈ ഒരു കാറിനെ ഇടിച്ചിട്ട് ഒരു മൈൻഡ് പോലും ചെയ്യാതെ വേഗം തന്നെ അവിടുന്ന് വിട്ടുപോകുന്നു. 1 മണിക്കൂറോളം ആരും തന്നെ ഹെൽപ്പ് ചെയ്യാതിനെ തുടർന്ന് റൂത്ത് അവിടെ വെച്ച് തന്നെ മരിച്ചു പോവുകയാണ്. ആ ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് ഓർത്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഇൻസ്പെക്ടർ കുറെ ശ്രമിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ ആ ഒരു കാറിന് തന്നെ പിൻസീറ്റിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ മകളായ ഈവയും കൊണ്ട് ആ ഒരു നമ്പർ പ്ലേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അതുമാത്രമല്ല അതിനുള്ളിൽ തൂക്കിയിട്ട് ഒരു കീ ചെയിനകത്ത് അവലോൺ എന്ന് പറയുന്ന ഒരു പേരും അവൾ ശ്രദ്ധിക്കുന്നു. സോ അതൊരു ഹോട്ടലിന്റെ പേരായിരുന്നു. അതിനുശേഷം ഇങ്ങനെ അന്വേഷിച്ച് അവസാനം നമ്മുടെ ഇൻസ്പെക്ടർ അത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നു. സോ അത് നാച്ചുറലി വേറെ ആരുമല്ല നമ്മുടെ അലക്സും കൂടാതെ മൈക്കയുമാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ അലക്സ് ഒന്ന് ആടിപ്പോകുന്നു. ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് ഇതാണ് എന്റെ മകൾ ഈവ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോ കാണിക്കുന്നു. ആരാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ അലക്സിന്റെ കാമുകിയായിട്ടുള്ള കാർലയാണത്. ഇവിടെയാണ് കഥയിലെ ഒരു പ്രധാന ട്വിസ്റ്റ്. മൈക്കയുടെ ബോഡി മോർച്ചറിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതും വേറെ ആരുമല്ല നമ്മുടെ ഇൻസ്പെക്ടറാണ്. അലക്സിന്റെ കാറിന്റെ ഡിക്കിക്കകത്ത് ഈ പറയുന്ന എന്താ പറയുക തൂമ്പയും കൂടാതെ ആ ഒരു ഷൂസ് വെച്ചത് വേറെ ആരുമല്ല ഈവയാണ് അഥവാ കാർല. മൈക്കയുടെ ഫോണിൽ നിന്നും സംസാരിച്ചത് നമ്മുടെ ഇൻസ്പെക്ടറാണ്. അച്ഛൻ അറിയാതെ നമ്മുടെ ഈവ ഇവർ അലക്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റിൽ അലക്സും മൈക്കും തന്നെയാണ് അവളുടെ അമ്മ മരിക്കാൻ കാരണമായതെന്ന്
ഇവൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. അന്ന് രാത്രി ഇവർ രണ്ടുപേരും ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത്, ആ ഒരു കിടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരിലുള്ള ആ ഒരു സീക്രറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ, അന്നാണ് നമ്മുടെ ഒരു ഈവ അല്ലെങ്കിൽ ആ ഒരു കാറിൽ അവളുടെ അമ്മ മരിക്കാൻ ഇടയായത് ഇവർ രണ്ടുപേരും ആണെന്നൊരു വസ്തുത തിരിച്ചറിയുന്നത്. അതോർത്ത് അവൾ ഭയങ്കരധികം സങ്കടപ്പെടുന്നു. അതിനുശേഷം ഈവയും ഇൻസ്പെക്ടറും കൂടെ ചേർന്ന് ഇവർ രണ്ടുപേരും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനാണ് നമ്മൾ ഇത്രയും നേരം കണ്ട ഈ ഒരു സിനിമ മൊത്തം. ജാവേർ അലോൺസോ എന്ന് പറയുന്ന ഒരു പേരിൽ ഇവർ നമ്മുടെ ഇൻസ്പെക്ടർ തന്നെയാണ് ഇവർ രണ്ടുപേരുടെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. അലക്സിന്റെ ആ ഒരു ഓഡിയോ റെക്കോർഡിംഗ് പോലും നമ്മുടെ ഒരു ഈവയാണ് അവൻ അറിയാതെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത ശേഷം നമ്മുടെ ഒരു ഈവ അവളുടെ ആ ഒരു സാധനങ്ങളെല്ലാം എടുത്തിട്ട് നേരെ ബെർലിനിലോട്ട് തിരിച്ചു പോയിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഇൻസ്പെക്ടറിന്റെ കയ്യിൽ ഈ ഒരു മൈക്കയുടെ ബോഡിയും ഉണ്ട്, ഇവൻ കൊല്ലാൻ പോയി എന്ന് പറയുന്ന ഒരു തെളിവുമുണ്ട്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മൈക്കയുടെ ബോഡി അവർ ആ ഒരു നേരെ ഉള്ളിലോട്ട് കയറ്റുന്നു. പേടിക്കണ്ട, വൈകാതെ തന്നെ നീയും അവളുടെ കൂടെ പോകാൻ പോവുകയാണെന്ന് നമ്മുടെ ഒരു ഇൻസ്പെക്ടർ പറയുന്നു. ഇത് കേൾക്കുന്ന അലക്സ് ഒന്ന് ഷോക്കാവുന്നു. അന്ന് രാത്രി കാർലെ മീറ്റ് ചെയ്യാൻ വേണ്ടി അലക്സ് അവളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് അലക്സിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു വിസ്കി എല്ലാം അവൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനോട് മിക്സിംഗ് ആയിട്ട് ചേർത്തിയത് വേറെ ഒന്നുമല്ല, TH16 എന്ന് പറയുന്ന ആ ഒരു പോയ്സൺ ആയിരുന്നു. അത് നമ്മുടെ അലക്സ് കുടിച്ചിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇൻസ്പെക്ടർ നമ്മുടെ അലക്സിനെ നോക്കി ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന ശേഷം അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ടിക് ടോക്ക് എന്ന് പറയുന്ന ഒരു ഷോട്ട് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിലിം അവസാനിക്കുന്നത്. നിങ്ങൾ പറ, എങ്ങനെയുണ്ട് പറ? അതാണ് ഓറിയപ്പോളോ. സ്പാനിഷ് എന്നൊരു ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ലെഗസിയാണ് ഈ പറയുന്ന ഓറിയപ്പോളോ. ഈ ചിത്രത്തിൽ പോലും കുറച്ച് എഡ്ഗർ അലൻ്റെ ആ ഒരു പോയത്തിൽ നിന്ന് ഇൻസ്പയർ ആയ ശേഷം കുറച്ച് ഹിച്ച്കോക്ക് എലമെൻസും കൂടെ ഉൾപ്പെടുത്തിയാണ് ഓറിയപ്പോളോ ഈ ഒരു ചിത്രം മൊത്തം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു ചിത്രം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, മിറാഷ് എന്ന പേരുള്ള. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് പുറമെ ഇൻവിസിബിൾ ഗസ്റ്റ്, ജൂലിയസ് സൈസ്, കൂടാതെ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു മിനി സീരീസ് ആയിട്ടുള്ള ഇന്നസെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ മാരക ഐറ്റംസ് ഇങ്ങനത്തെ സൃഷ്ടിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു സിനിമയുടെ കാണുന്നവരെ ബൈ.